എന്റെ അമ്മേ. എന്റെ ഗുരുവായൂരപ്പ, താങ്ക് യു. ചേലനക്കി നായയുടെ ചിറുനക്കി നായെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ കണ്ടല്ലോ. മാഷന്മാര് നാക്ക് കഴിക്കേണ്ടത് ഈർക്കിലിട്ടല്ല, ടങ്കയിനിട്ടാ. ഓക്കെ ചേട്ടാ, ബക്കറ്റ് നിന്ന് 5 മിനിറ്റ് തന്നെ. കാണമില്ലാത്തവന്റെ ആസനത്തിൽ ആല് കുളച്ചാൽ അത് തണലാവില്ല, വലിയ ഭാരമായിരിക്കും. വെയിറ്റ് ചെയ്യേട്ടാ. വേഗം ഒന്ന് പോളിഷ് ചെയ്തെന്ന് നല്ല മിനിക്ക് കുട്ടപ്പനാക്കി തരണം. ഇതിന് എന്നെ ചെയ്യാനാ സാറേ? ഇതിൽ നല്ലത് കാലിൽ പോളിഷ് ചെയ്യുന്നതാ. കാശിലൊന്നുമല്ലല്ലോ, ഫ്രീ ആയിട്ട് ചെയ്യുന്നല്ലേ. ഇത്രയൊക്കെ മതി. കാശ് വേണോ? 2 ദിവസത്തിനെ തരാം. വേറെ കുറച്ച് കാശ് റോൾ ചെയ്ത് വരാനുണ്ട്. അതാ സിസ്റ്ററെ, കുതിരവട്ടത്തേക്കുള്ള ബസ്സിന് എപ്പോഴാ? 9 മണിക്ക്. ഞാനും അങ്ങോട്ടാ. അയ്യോ, ഞാൻ ആശുപത്രിയിലേക്കല്ല, ഞാൻ നോർമലാ. എനിക്ക് വഴിയിലിറങ്ങാനാ. ഒരു വിൽസ് ഒരു പാക്കറ്റ്. ഒരു പാക്കറ്റ് അല്ല, ഒരു വിൽസ് ഒരു പാക്കറ്റ്. ഒരു വിൽസ് ഒരു കാലി പാക്കറ്റും. കാലി പാക്കറ്റ് ഇല്ല. അതെന്താ? ഇവിടെ ഉണ്ട്. ഞാൻ ഇത് വെച്ച് മാനേജ് ചെയ്തോളാം. ഇതിനെന്താ ചാർജ്? 80 പൈസ. അല്ല, ഈ ഹോട്ടൽ പാരമൗണ്ട് ടവർ എവിടെയാ? എന്താ ഹോട്ടൽ പാരമൗണ്ട് ടവർ എവിടെയാ? അത് കുറച്ചങ്ങ് പോണമല്ലോ. കുതിരവട്ടത്ത് പോണ വഴിക്കാ. ഞാനും അങ്ങോട്ടാ. ഞാൻ അവിടുത്തെ സ്റ്റാഫാ. എന്നാ സാറും കൂടെ കയറട്ടെ. എനിക്ക് ഇവിടുത്തെ വഴിയൊന്നും പരിചയമില്ല. വിട്ടോ. ഇവിടെ ആദ്യമായിട്ടാണല്ലേ? അതെ സർ, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരിക. മുതലാളി ഇന്നലത്തെ ഈവനിങ് ഫ്ലൈറ്റിലേക്ക് പോകുന്നു. എന്നോട് വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. എന്തൊരു ചൂട്! എയർ കണ്ടീഷൻ ഇല്ലാതെ തന്റെ മുതലാളി ഇതിനകത്തിരുന്ന് എങ്ങനെയാണോ യാത്ര ചെയ്യുന്നത്? ബാംഗ്ലൂർ ചൂട് കുറവല്ലേ സാർ? അതുകൊണ്ട് കൊള്ളാം. ഇവിടെ ആണെങ്കിൽ പറ്റുമോ? അൺസൈക്കിൾ. കാറിന്റെ മുമ്പിൽ ചാടിയതും പോരാ കുറ്റനിക്ക. അതെ, കാറിന് മാത്രം പോകാനുള്ളല്ലേ റോഡ്. ആൾക്കാർക്ക് നടക്കാൻ കൂടിയുള്ളതാ. മാറി നോക്കിയല്ല കാർ ഓടിക്കുന്നത്, താഴെ നോക്കിയാ. എക്സ്ക്യൂസ് മീ, തിരിച്ചില്ലെന്നും പറഞ്ഞാണോ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചത്? ആഹാ, വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കിയതും പോരെ, ആളെ കളിയാക്കാം. വണ്ടി വരുന്ന കാണാൻ മുഖത്ത് കണ്ണില്ലേ? ഇനി അഥവാ ആത്മഹത്യ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടാണെങ്കിൽ അത് എന്റെ കാറിന്റെ മുമ്പ് ചാടിയാൽ നടക്കില്ല. നല്ല ബ്രേക്കാ. അതിന് വല്ല KSRTC ബസ് നോക്കുന്നതാണ് നല്ലത്. കൂൾ ഡൗൺ, കൂൾ ഡൗൺ. ഡ്രൈവർ, വണ്ടി എടുക്കൂ. സാറപ്പോ ഹോട്ടൽ ഏത് ഹോട്ടൽ? പാരമൗണ്ട് ടവർ. അതെ, ഇവിടുന്ന് അല്പദൂരം റിവേഴ്സ് എടുത്ത് പോയാല് ഒരു ജംഗ്ഷനിലെത്തും. അവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് സ്ട്രെയിറ്റ് ആയിട്ട് പോയി വീണ്ടും റൈറ്റിലോട്ട് എടുത്ത് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് ഒരു യു ടേൺ എടുത്താൽ മതി. വേണമെങ്കിൽ കുറച്ചുകൂടെ സിമ്പിൾ ആക്കി തരാം. എന്നെ പിക്ക് ചെയ്ത സ്ഥലമില്ലേ? ബസ് സ്റ്റോപ്പ്. കറക്റ്റ്. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നിങ്ങൾ ഈ പറഞ്ഞ ഹോട്ടൽ. വരട്ടെ. ദരിദ്രവാസി. ഈ വിളി കേട്ട് എന്റെ കാതുകൾ തടംപിച്ചിരിക്കുകയാണ്. സോറി സുഹൃത്തെ, ജീവിതത്തിൽ തന്നെ ഞാനൊരു ഷോർട്ട് കട്ടിന്റെ ആളാ. ഓക്കെ. ഗുഡ് മോർണിംഗ്. ഇന്റർവ്യൂവിന് വന്നവരാണല്ലേ? ഞാനും അതിനാ വന്നത്. നൈസ് ടു മീറ്റ് യു. ഐ എം ഉണ്ണികൃഷ്ണൻ. ഇന്റർവ്യൂവിന് വന്നവരൊക്കെ മുകളിലേക്കല്ലേ? MD പോരും. ചേട്ടാ ചേട്ടാ, ഒന്ന് നിന്നേ. ചേട്ടൻ എവിടെയോ കണ്ടതുപോലെ നല്ല മുഖപരിചയം. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല, ഇടയ്ക്കിടെ റേഡിയോയിൽ പാടാറുണ്ട്. അങ്ങനെ വരട്ടെ, അതാ പറഞ്ഞത് നല്ല മുഖപരിചയം. എവിടാ നാട്? തലവടി. വലിക്കോ? ഇതിലൊന്നല്ലേ ഉള്ളൂ. അത് സാരമില്ല, ആശാൻ തന്നെ വലിച്ചോ. എന്നാ മുകളിലേക്കല്ലേ? അല്ലപ്പോഴേ എങ്ങനെ? എന്ത്? ഇതൊന്നും നോക്കണ്ട, ആകെ ദാരിദ്ര്യമാ. ഈ ജോലി കൂടെ കിട്ടിയില്ലെങ്കിൽ വിവാഹപ്രായമെത്തിയ 6 സഹോദരിമാർ.
തളർവാദം പിടിച്ച അമ്മ. റേഡിയോ പാട്ടുകൾ കേട്ടാണ് ചേട്ടാ ഞാൻ എല്ലാ ദുഃഖവും മറക്കുന്നത്. തനിക്ക് പാട്ടിഷ്ടമാണോ? ഇഷ്ടമാണെന്നോ? കൊള്ളാം. സംഗീതം എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കും ചേട്ടാ. അപ്പൊ എന്നെ പോലെ തന്നെ. ഞാനൊരു രാഗം പാടട്ടെ? ഇപ്പൊ വേണ്ട. എനിക്കൂടി ഒരു ജോലി ശരിയാക്കി തന്ന പിന്നെ എപ്പോഴും ചേട്ടന്റെ പാട്ട് കേട്ടോണ്ടേയിരിക്കാം. അതിനെന്തുണ്ട് ചേട്ടാ ഒരു വഴി? ആകെ ഒരു വേക്കൻസി ഉള്ളൂ. ഇന്റർവ്യൂവാണെങ്കിൽ 4 പേർക്ക് കാർഡ് അയച്ചിട്ടുണ്ട്. ആട്ടെ, തനിക്ക് ക്രിക്കറ്റ് കളി അറിയാമോ? അത്ര പിടിയില്ല ചേട്ടാ. MD ഒരു ക്രിക്കറ്റ് ഭ്രാന്തനാ. താനൊരു ക്രിക്കറ്റ് കളിക്കാരാന്ന് പറഞ്ഞാൽ തനിക്ക് ഈ ജോലി ഉറപ്പാ. ബാക്കി 3 പേരും പെണ്ണുങ്ങളായതുകൊണ്ട് അവർ ക്രിക്കറ്റ് കളിക്കുന്ന പ്രശ്നമേ ഇല്ല. അപ്പൊ പിന്നെ തനിക്ക് കുറച്ചൊക്കെ അറിയാമായിരുന്നെങ്കിൽ. ഞാൻ ക്രിക്കറ്റ് കളിക്കും ചേട്ടാ. ഡെയിലി കളിക്കില്ലെന്നേ ഉള്ളൂ. ഒന്നരാടെ ഇങ്ങനെ കളിച്ചോണ്ടേ. അപ്പൊ പിന്നെ താൻ രക്ഷപ്പെട്ടു. പിന്നെ ഈ ക്രിക്കറ്റിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞെന്ന് ആരും അറിയണ്ട. താൻ മുകളിലേക്കല്ലേ, ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ വരാം. ചേട്ടാ ഒരു മിനിറ്റ്. പിന്നെ വിവാഹം കഴിഞ്ഞവർക്ക് ജോലിക്ക് മുൻഗണന എന്ന ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നല്ലോ, അതെന്താ കാര്യം? എന്താ താൻ കല്യാണം കഴിച്ചല്ലേ? കല്യാണം കഴിച്ചതാ. എന്നാലും അതിന്റെ കാര്യം അറിഞ്ഞാൽ അതിനനുസരിച്ച് ഇന്റർവ്യൂവിന് പെർഫോം ചെയ്യാമല്ലോ എന്ന് കരുതിയാ. അവിവാഹിതരായാൽ പ്രേമവും ചുറ്റിക്കളയുമായിട്ട് സമയം കളയുമെന്ന മാനേജ്മെന്റിന്റെ വാദം. പണി ചെയ്യത്തില്ല. വെരി കറക്റ്റ്. എന്നാ തച്ചല്. എന്തൊക്കെയാണ് നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്? ഞാനൊരു ഫാസ്റ്റ് ബൗളറാണ് സർ. ബാറ്റിംഗും മോശമല്ല. ഞാൻ ഡെയിലി രാവിലെയും വൈകിട്ടും ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യും. പിന്നെ ടിവിയിൽ ക്രിക്കറ്റ് ഉണ്ടെങ്കിൽ മറ്റെല്ലാ ജോലിയും മാറ്റി വെച്ചിട്ട് ടിവിയുടെ മുമ്പ് തന്നെ കുത്തിയിരിക്കും. And now, was the Makram from the pavilion end. A well-flighted ball outside the Ostrom cleanly driven to the boundary, which takes Sachin Tendulkar's score to 41 and India moves on to 241 for the loss of 6 wickets. സർ, ഞാൻ ഇമ്രാൻഖാൻ, ഇയാൻ ബോധൻ, കപിൽ ദേവ് തുടങ്ങിയവരുടെ ആരാധകനാണ്. ഷാർജയിലെ ഇന്ത്യ പാകിസ്ഥാൻ കളി സാർ കണ്ടോ? ഫൈനൽസിൽ ഇന്ത്യ കൊണ്ട് കളഞ്ഞില്ലേ? സാറിനറിയോ, എന്റെ ക്രിക്കറ്റ് ഭ്രാന്തിന്റെ പേരിൽ വീട്ടിൽ ഭാര്യയായിട്ട് സ്ഥിരം വഴക്കാണ്. വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ക്രിക്കറ്റിന്റെ മഹത്വത്തെ കുറിച്ച് അവക്കൊന്നും അറിയില്ല. മണ്ടി. അവള് പറയുന്നത് ക്രിക്കറ്റ് കിറുക്കന്മാരുടെ കളിയാണെന്നാണ്. ക്രിക്കറ്റിന്റെ പ്രശ്നത്തിൽ അവളുമായിട്ടുള്ള ബന്ധം ഒഴിയാൻ വരാൻ ഞാൻ തയ്യാറാണ്. താൻ ഏതുവരെ പോകുമെന്ന് ഞാൻ നോക്കുമായിരുന്നു. തനിക്കറിയാവോ, എന്റെ മകന്റെ ലൈഫ് നശിപ്പിച്ചെന്നെ ക്രിക്കറ്റാണ്. തന്റെ ഭാര്യയുടെ പകുതി വിവരങ്ങൾ തനിക്കുണ്ടായിരുന്നെങ്കിൽ താൻ രക്ഷപ്പെട്ടനി. താൻ ബന്ധം ഒഴിയുമല്ലേ? തന്റെ ഭാര്യയുടെ ജോലിക്ക് അപേക്ഷിച്ചിരുന്നെങ്കിൽ ഒരു ഇന്റർവ്യൂ പോലും നടത്താതെ ഞാൻ അവർക്ക് ജോലി കൊടുത്തനി. എന്റെ ക്രിക്കറ്റിലുള്ള ഇൻട്രസ്റ്റ് സാർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയല്ലേ? സാർ എന്ത് പറഞ്ഞാലും ശരി, എന്റെ അഭിപ്രായം ഞാൻ മാറ്റുന്ന പ്രശ്നമില്ല. ക്രിക്കറ്റിന്റെ മഹത്വത്തെ കുറിച്ച് അറിഞ്ഞുകൂടാത്തവർ മണ്ടന്മാരാണ്. അയക്ക് ക്രിക്കറ്റ്. സ്വല്പം നേരം കൂടെ അതിനകത്തിരുന്നെങ്കിൽ ചെകിട്ട താടി വരെ കിട്ടിയേനെ. എന്നോട് ക്ഷമിക്കണം, ആള് മാറിപ്പോയി. ഇന്ന് ഇന്റർവ്യൂ ചെയ്ത ചെയർമാനായി MD അല്ല, ഈ ചെയർമാന്റെ മകനായി MD. അദ്ദേഹം വീട്ടിൽ നിന്ന് ക്രിക്കറ്റ് കാണുക. ഈ ചെയർമാൻ എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് പറയത്തക്കതായി ഒരു വീക്കൻസും ഇല്ല. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ മനസ്സലിഞ്ഞു പോകും. ആള് ശുദ്ധന. അടുത്ത തവണ നമുക്ക് ഒപ്പിക്കാം. ധൈര്യമായിട്ട് പോ. ഇച്ചിരി പണിയുണ്ട്. ഇതിന് ഉത്തരം അറിയില്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി? അറിഞ്ഞൂടെ സർ. ആരാണ് ഫൈഡിപ്പിഡിസ്? അറിയില്ല സർ. എന്താ എന്താ സാറിന്റെ ഇത്തരം കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസിന് മറുപടി പറയാൻ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല സർ. ജീവിതം തന്നെ എനിക്കിപ്പോ ഒരു ചോദ്യചിഹ്നമാണ്. ഒരു സാധാരണ ഹൗസ് വൈഫായി ജീവിക്കാൻ ആഗ്രഹിച്ച പെൺകുട്ടിയാണ് ഞാൻ. പക്ഷേ വിധി ഒരു ജോലിക്കും പോകാൻ താല്പര്യമില്ലാത്ത ക്രിക്കറ്റ് ഭ്രാന്തനായ ഭർത്താവ് അയാളുടെ ക്രിക്കറ്റ് ഭ്രമത്തിന് എതിരെ നിൽക്കുന്നതിന്റെ പേരിൽ എന്റെ ജീവിതം തന്നെ ഹോമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വാട്ട് യു മീൻ? അതെ സർ, ഇപ്പോഴിവിടുന്ന് ഇറങ്ങിപ്പോയ ആളാണ് സർ എന്റെ ഭർത്താവ്. ആര്? ഉണ്ണികൃഷ്ണൻ? അതെ സർ. ഈ ജോലിയും കൂടി എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല സർ. ഇതെന്താ? ആരെങ്കിലും കേട്ട എന്ത് വിചാരിക്കും? എന്റെ വിഷമം സാറിനോടല്ലാതെ ഞാൻ ആരോടാ പറയാ? വേണ്ട സർ, എനിക്ക് ഈ ജോലി വിധിച്ചിട്ടില്ല എന്ന് കരുതിയാൽ മതിയല്ലോ. ഞാൻ പോവാണ്. സാറിനെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. നിൽക്കൂ. യു ആർ അപ്പോയിന്റഡ്. ടെസ്റ്റിമോണീസ് മാനായിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് നാളെ തന്നെ ജോയിൻ ചെയ്തു.
ക്രിക്കറ്റിനെതിരായ കുട്ടിയുടെ ധർമ്മസമരത്തിൽ ഞാനും ഒപ്പം ഉണ്ടാവും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. എന്നോട് ക്ഷമിക്കണം സാർ. എന്താ ഇത്? ആഹാ, താൻ പോയില്ലേ? സാർ, ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ടെങ്കിലും ഡെയിലി അതിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കും. എന്റെ ക്രിക്കറ്റ് ഭ്രാന്ത് മാറ്റാൻ ഞാൻ യുനാനി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. ഒരാഴ്ചക്കകം ഈ ഭ്രാന്ത് മാറ്റി തരാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. വിവാഹപ്രായമെത്തിയ 9 സഹോദരിമാർ, ക്ഷയം പിടിച്ച അച്ഛൻ, ഞാനാണ് സാർ ഇവരുടെ ഏകാശ്രയം. അത് ശരി. അപ്പോഴും തനിക്ക് എന്റെ ഭാര്യയെ പറ്റി ഒന്നും പറയാനില്ല അല്ലേ? സാർ, എന്റെ ഭാര്യ മെന്റലി നോ എക്സ്പ്ലനേഷൻ. താൻ ഒന്നും വിഷയേണ്ട കാര്യമില്ല. തനിക്ക് തന്നില്ലെങ്കിലും തന്റെ ഭാര്യയ്ക്ക് ഞാൻ പോസ്റ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ആ, ഇനി നിങ്ങൾ തമ്മിൽ ഒരു വഴക്കുണ്ടാകാൻ പാടില്ല. ഓക്കെ? ഏത് ഭാര്യ, എന്ത് ഭാര്യ, ഏത് ഭാര്യ, ആരുടെ ഭാര്യ? സത്യം പറ, എന്ത് വില നീ ഒപ്പിച്ചത്? ചെയർമാൻ, എവളെന്റെ ഭാര്യ? വണ്ടിയോട് വിഘ്നേശ്വര, ഈ തേങ്ങ കല്ലിലല്ല അടിക്കേണ്ടത്, എന്റെ നെഞ്ചത്താ. ഒരു സഡൻ ബ്രേക്ക് കൊണ്ടാ നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. എന്നിട്ട് പല ഫ്രോഡുകൾ കാണിച്ച് എനിക്ക് കിട്ടേണ്ട ജോലി തട്ടിയെടുത്തു. എന്നിട്ട് ഇപ്പോ ഒരു തേങ്ങയടി. എന്തിന്? തടസ്സങ്ങൾ മാറ്റാനോ? തടസ്സങ്ങൾ തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. കലക്കും, ഞാൻ എല്ലാം കലക്കും. നോക്ക്, നിങ്ങൾ വെറുതെ എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യരുത്. നിങ്ങൾ ആരാ? എനിക്ക് നിങ്ങളെ അറിയില്ല. നിന്റെ ഭർത്താവിനെ നിനക്ക് അറിയില്ല അല്ലേ? ഒഫീഷ്യൽ റെക്കോർഡിൽ ഭർത്താവും പേഴ്സണൽ റെക്കോർഡിൽ അനിയനും. ഇത് എവിടത്തെ ന്യായം? വെറുതെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കരുത്. എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. ഞാൻ വളരെ മോശമായി പെരുമാറുന്നവളാ, പറഞ്ഞേക്കാം. ഓഹോ, ഇതിനേക്കാളും മോശമായിട്ട് നിനക്ക് പെരുമാറാൻ പറ്റുമോ? അപ്പൊ എന്നെക്കാളും ചീപ്പാണല്ലോ നീ. നീ ചീപ്പാണെങ്കിൽ നിന്നെക്കാളും 10 ഇരട്ടി ചീപ്പാവും ഞാൻ. ആ, എന്നെ കാണാം. ഓ, കാണാം. എന്തായത് ക്ഷേത്രത്തിൽ വരുന്ന പെൺകുട്ടികളെ ശല്യം ചെയ്യുക? അയ്യോ, അതെ, പെൺകുട്ടിയല്ല, എന്റെ ഭാര്യ. ഞങ്ങൾക്ക് മുല കൊടുക്കുന്ന ഒരു കുഞ്ഞുള്ളതാ. കുഞ്ഞിന് മുല കൊടുക്കാതെ വന്നതിന്റെ പേരിൽ ഞാൻ വഴക്ക് പറയായിരുന്നു. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇപ്പോഴത്തെ പെണ്ണുങ്ങളല്ലേ ബേബി ഫുഡ് സംസ്കാരം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കായിരുന്നു. വളരെ ഉപകാരം. വരട്ടെ, കാണാം. പോയോ? ഭഗവാനെ, അനീതിയുടെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഒക്കെ സൗകര്യം പോലെ നേരിട്ട് വന്ന് ബോധ്യപ്പെടുത്തിക്കൊള്ളാം. അഡ്വാൻസ് ആയിട്ട് ഇതിരിക്കട്ടെ. വിഘ്നേശ്വര, ഇതാരാ? എന്തൊക്കെയുണ്ട് വിശേഷം? ഒരു വിശേഷമില്ല. ഒരു ജോലി ശരിയാക്കാൻ നടക്കുക. എന്നാലും ആശ എനിക്കിട്ട് അങ്ങനെ പണിയുണ്ടായിരുന്നു. അന്ന് ആ കൊനസ്റ്റ് ക്രിക്കറ്റിന്റെ കാര്യം എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഞാനും ഇപ്പൊ ഇതിനകത്തിരുന്ന് പണിയെടുക്കേണ്ടതാ. കൂടുതൽ നമ്പർ ഇടല്ലേ. ആദ്യം ഭാര്യയ്ക്ക് ജോലി ഒപ്പിച്ചു കൊടുത്തിട്ട് സാവധാനം നിങ്ങൾക്ക് കൂടി ഇതിനകത്ത് കയറി പറ്റാനുള്ള പണിയല്ലേ? അല്ല, അവര് ഒന്നും പറയണ്ട. ഇങ്ങനെ തന്നെ ഇവിടെ പലരും ജോലി കയറിയിരിക്കുന്നത്. ഇത് ചെയർമാൻ വന്നിട്ട് അറിയുകയും ചെയ്യാം. നടക്കട്ടെ. മാഡം, ഹസ്ബൻഡ് കാണാൻ വന്നിരിക്കുന്നു. ഏത് ഹസ്ബൻഡ്? ഏത് ഹസ്ബൻഡ് എന്നോ? ഏത് ഹസ്ബൻഡ് എന്നല്ല, എന്റെ ഹസ്ബൻഡോ? എന്താ? എന്ത് വേണം? ഞാൻ അമ്പലത്തിൽ വെച്ച് വളരെ മോശമായിട്ട് പെരുമാറി. അതിന് ലതയോട് ക്ഷമ ചോദിക്കാനാ വന്നത്. ക്ഷമിച്ചിരിക്കുന്നു. ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴും മുഖത്തുള്ള ഭാവം ഇടിച്ച് എന്നെ ചമ്മന്തിയാക്കി കളയുന്നുള്ളതാണല്ലോ. ഇന്നത്തല്ലേ വേണം? അയ്യോ, ഒന്ന് പതുക്കെ പറ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ആദ്യം ഈ ശത്രുതാ മനോഭാവം വെടിഞ്ഞ് നമുക്ക് സ്നേഹത്തിന്റെ വഴിയിലോട്ട് വരാം. എന്നിട്ടാവും ബാക്കി സംസാരം. അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിൽ സംസാരിക്കണമെന്നില്ല. ഞാൻ ഒന്ന് താണപ്പതേ കൊണ്ട് പൊങ്ങിയല്ലോ. ഇതായി പെണ്ണുങ്ങളുടെ കുഴപ്പം. അല്പ സൗകര്യം കിട്ടിയ ആണുങ്ങളുടെ തലയിൽ കയറിയിരിക്കും. പൊക്കോ, നമ്മുടെ പ്രശ്നങ്ങൾ ചെയർമാന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാനും പൊക്കോളാം. വന്ന കാര്യം പറഞ്ഞു തൊലയ്ക്ക്. അയ്യോ, അത് അങ്ങനെ അങ്ങ് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. വളരെ പേഴ്സണൽ കാര്യങ്ങളാ. അല്പ സമയം എടുക്കും. ഇരിക്കും. എന്റെ ഓഫീസിൽ വെച്ചല്ല തന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത്. വെരി കറക്റ്റ്. എന്നാ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യാം. എന്താ? എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? 6 മാസത്തേക്ക് ഞാൻ പോലും പ്രൊബേഷണറി പീരീഡില്ല. അതിനിടയ്ക്ക് നിങ്ങൾക്കും കൂടി ഒരു ജോലി ശരിയാക്കി തരണമെന്ന് പറഞ്ഞാ അത് നടപ്പുള്ള കാര്യം തന്നെ. അല്ല, സൗകര്യം പോലെ ശരിയാക്കിയാ മതി. ഞാൻ വെയിറ്റ് ചെയ്യാം. ഏതായാലും നമ്മൾ ഇത്രയും അടുത്തുപോയ സ്ഥിതിക്ക്. ആരടുത്തു? കൂടുതൽ സ്മാർട്ട് ആവാനൊന്നും നോക്കണ്ട. ദേ, ഓഫീസിൽ വെച്ചായതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. തനിക്ക് വട്ടി കളിപ്പിക്കാൻ അത്ര പൊട്ടിപ്പണൊന്നുമല്ല ഞാൻ. അതിന് വേറെ ആളെ നോക്കണം. ഈ ലതയുടെ ഓരോ തമാശ എപ്പോഴെങ്ങനെ. ആദ്യം തമാശയൊന്നും വേണ്ട. ജോലി വാങ്ങിച്ചു തരുന്ന കാര്യം ഞാൻ പിന്നീട് നോക്കാം. ഞാൻ പോവാ. അല്ല, കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകാതെ അങ്ങനെ പോയാലെങ്ങനാ? തീരുമാനോ? അല്ല, എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞാണല്ലോ ജോലി കയറിയത്.
ആണോ എന്നാ ചോദിച്ചത്. അതെ. ആ, ഭാരതത്തിൽ നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥ അനുസരിച്ച് ഭാര്യയുടെ ശമ്പളം ഭർത്താവിന് കൂടെ അവകാശപ്പെട്ടതാണ്. ഞാൻ പറയുന്നൊന്നും എതിർക്കാൻ പറ്റാത്തതിന്റെ ദേഷ്യമല്ലേ മുഖത്ത്? നോക്കട്ടെ. ആ, നന്നായിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, എനിക്കൊരു ജോലി ശരിയാക്കി തരുന്നത് വരെ മാഡത്തിന്റെ ശമ്പളത്തിന്റെ 50% എല്ലാ മാസവും കൃത്യമായി എനിക്ക് കിട്ടണം. ഓക്കെ? സാധ്യമല്ല. നാണല്ലോ തനിക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ. ബേസിക്കലി മൊത്തത്തില് എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള പാർട്ടിയാണ് ഞാൻ. ഇത് അതുകൊണ്ടൊന്നുമല്ല, വേറെ വഴിയില്ലാഞ്ഞിട്ടാ. ശരി, 50% ഞാൻ തന്നില്ലെങ്കിൽ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ലെന്ന് എനിക്കറിയാം. മാഡത്തിനൊരു ജോലി അത്രയും അത്യാവശ്യമല്ലായിരുന്നെങ്കിൽ ഇതുപോലൊരു കള്ളം പറയുമായിരുന്നു. ഓ ഈശ്വരാ, എന്റെ കഷ്ടകാലത്തിനാ ഇങ്ങനെ ഒരു കള്ളം പറയാൻ എനിക്ക് തോന്നിയത്. അതിന് ഇത്രയും വില കൊടുക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചില്ല അല്ലേ? എല്ലാം നല്ലതിനാണെന്ന് കരുതിയാൽ മതി. അല്ല മാഡം, ഇനി എമൗണ്ടിന്റെ കാര്യത്തിലാണ് തർക്കമെങ്കിൽ ഈ പകുതി എന്നുള്ളത് 3-1 എനിക്ക് വിരോധമില്ല. എന്തു പറയുന്നു? നാശം പിടിക്കാൻ സമ്മതിച്ചു. എന്നാ കൈ തന്നെ. എന്തിന്? കയ്യിലടിച്ച് സത്യം ചെയ്യാൻ. ദേഹത്ത് തൊട്ടുള്ള സത്യമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞതാ. ഒരു മിനിറ്റ് നിന്നെ. ഒരു ചെറിയ ബില്ല് കൂടെ കൊടുക്കാനുണ്ടായിരുന്നു. ഒരു നാരങ്ങ വെള്ളം, ഒരു പ്ലേറ്റ് ബജ്ജി. ഓഹോ, അത് ശരി. എടോ ഭാര്യ, അമ്പടി ശമ്പളം വാങ്ങിട്ട് പുറകെ കൂടെ മുങ്ങിയ ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചു. വണ്ടി എടുത്തോ. അയ്യോ വേണ്ട വേണ്ട, വിട്ടോ വിട്ടോ വിട്ടോ. ഞാനാണ് പറഞ്ഞ വണ്ടി എടുത്താൽ. ഞാൻ ആരാണോ? ഞാനവിടെ ഭർത്താവാ. അല്ലല്ലല്ലല്ല, വിട്ടോ 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 വിട്ടോ. ഞാൻ ഇയാളുടെ ഭാര്യയൊന്നും അല്ല. വിട്ടോ വിട്ടോ. ഭാര്യ അല്ലേ? ശമ്പളത്തിന്റെ 3 തരാമെന്ന് പറഞ്ഞ് നമ്മൾ പാർക്കിൽ വെച്ച് കരാറുണ്ടാക്കിയത് മറന്നുപോയോ? വണ്ടി എടുത്തോ. ചുമ്മാ ആവശ്യമില്ല. പബ്ലിക് റോഡാണ് പറഞ്ഞേക്കാമോ? വണ്ടി നിർത്തിയിലേക്ക് എന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ക്രിമിനൽ കേസ് 2 പേരെ കൊടുക്കും. വണ്ടി എടുത്താൽ കാശിക്കരുത്. ഞാൻ കാശൊന്നും തരല്ല. ശല്യമായല്ലോ. എന്ത് ശല്യം? എങ്കിൽ നീ അടുത്തോടെ ശമ്പളം വാങ്ങി തരിക്കുന്ന കാരണം ഇതിൽ കൂടുതൽ ഒരു പൈസ ഞാൻ തരില്ല. 300 രൂപയോ? മര്യാദക്ക് 500 രൂപ തരണോ? അതോ ഞാൻ ചെറുപാടെ കാണണോ? എന്നാ പോയി കണ്ടോ. ഒരു ശല്യം. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശായിരുന്നു. അപ്പൊ ആട്ടോയുടെ കാശ്? അതെ, അത് ഞാനിങ്ങ് വീട്ടിൽ മണിയായിട്ട് എത്തിക്കാം. ഭാര്യമാരായ വാക്കിന് കുറച്ചൊക്കെ വില വേണം. എന്ത് പോസ്റ്റ്? എന്താ ഇത്? 525 രൂപ 50 പൈസയോ? യു മീൻ 525.50? അയ്യോ, ഇതൊരു ചെറിയ ആക്സിഡന്റ് അല്ലേ? ഇക്കണക്കിന് മേജർ ആക്സിഡന്റ് വല്ലതായിരുന്നെങ്കിൽ എന്റെ തറവാട് വിൽക്കേണ്ടി വന്നേനല്ലോ. നല്ല ട്രീറ്റ്മെന്റ് ഇട്ടുണ്ടെങ്കിൽ പണം കൊടുക്കണം. അല്ലാത്തവർക്ക് സർക്കാർ ആശുപത്രി ഉണ്ടല്ലോ. അപ്പോ ഞാൻ ജീവനോടെ ഇരിക്കണമെന്നാണോ? ഇതിപ്പോ 525 രൂപയല്ലേ പോയുള്ളൂ. എന്റെ ലൈഫെങ്കിലും തിരികെ കിട്ടിയല്ലോ. അല്ല സിസ്റ്റർ, ഇവിടെ ഈ റിഡക്ഷനും ഡിസ്കൗണ്ട് ഒന്നുമില്ല? അതങ്ങ് തുണിക്കടയില്. അല്ല, ഇത് 500 രൂപയല്ലേ ഉള്ളൂ. 500 രൂപ ചിലപ്പോ 500 രൂപയെ കാണുള്ളൂ. ബാക്കി ഞാൻ ഇനി ആക്സിഡന്റ് പറ്റി ഇവിടെ വരുമ്പോ അതും കൂടെ ചേർത്ത് സെറ്റിൽ ചെയ്തോളാം. ഓക്കെ? പിന്നെ ഈ കാണുന്ന പേഴ്സണാലിറ്റിയേ ഉള്ളൂ. ഫിനാൻഷ്യലി ഞാൻ വളരെ വീക്കാം. സോറി. അയ്യോ, ഇത് എന്ത് പറ്റി ചേട്ടാ? ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ട്രാൻസ്പോർട്ട് ബസ്സിന് കുറുക്കേ ചാടിയ ഒരു പയ്യന്റെ ജീവൻ രക്ഷിക്കുന്നതിനിടെ പറ്റിയതാ. ഇതൊന്നും സാരമില്ല. ആ പിഞ്ചു ബാലൻ ഒരു പരിക്ക് പോലും ഏൽക്കാൻ രക്ഷപ്പെട്ടല്ലോ. അയ്യോ, എന്നിട്ടെന്താ എന്നെ അറിയിക്കാഞ്ഞത്? അത് പിന്നെ വെറുതെ അറിയിച്ചിട്ട് ലതയ്ക്ക് എന്തിനാ വിഷമം ഉണ്ടാക്കുന്നത്? പിന്നെ ECG, എക്സ്റേ, സ്കാനിങ് ഇതൊക്കെ നടത്തുന്നതിന് ഒരു 500 റുപ്പീസിന്റെ ആവശ്യമുണ്ട്. എന്റെ കയ്യിലിപ്പോ ഇല്ലല്ലോ ചേട്ടാ. ഇനി അടുത്ത 1-ാം തീയതി അല്ലേ ശമ്പളം കിട്ടൂ. അതിനെന്താ, ഇവരോട് ആരോടെങ്കിലും കടം വാങ്ങിച്ചാൽ മതി. ഞങ്ങൾ തിരിച്ചു തരാം. അതൊന്നും വേണ്ട. ചേട്ടൻ ഇങ്ങോട്ടൊന്നും ഞാനോ? അല്ല, ഈ ചേട്ടൻ. ഒരു മിനിറ്റ്. പിഞ്ചു ബാലന്മാരെ മരണവക്ത്രത്തിൽ നിന്ന് രക്ഷിക്കുന്നത് എന്റെ ഒരു വിനോദാണ്. ചേട്ടന് തോന്നുന്നുണ്ടോ ആക്സിഡന്റ് പറ്റിയതാണെന്ന്? പിന്നെ ഞാൻ ആരോടും പറയാത്തതാ. ഈയിടെയായിട്ട് ഉണ്ണിയേട്ടന് മദ്യപാനം കുറച്ച് കൂടുതലാ. ബോട്ടിൽ വാങ്ങാൻ കാശിനാ ബാൻഡേജും കെട്ടി വന്നിരിക്കുന്നത്. സംശയം ഉണ്ടെങ്കിൽ ചേട്ടൻ പതുക്കെ ചെന്ന് ആ കൈ ഒന്ന് പിടിച്ച് തിരിച്ചു നോക്കിയേ. അത് പിന്നെ ഞാനല്ലേ പറയുന്നത്. ചെല്ല്. NCC-ലും ഉണ്ടായിരുന്നു, സ്കൗട്ടിലും ഉണ്ടായിരുന്നു.
അപ്പോഴേ എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം ചേട്ടാ? എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്ത് ജീവിതം ഇങ്ങനെ തള്ളി നീക്കുന്നു. അല്ലാതെ എന്താ? അയ്യോ, എന്താ ഇത്? അല്പം മനുഷ്യത്വം വേണ്ടേ? ഒന്നും പറയണ്ട, അങ്ങോട്ട് പോവാനല്ലേ പറഞ്ഞത്? അങ്ങോട്ട് പോവാൻ. അയ്യോ, ചേട്ടന് വേദനിച്ചോ? അയ്യോ. ഒന്നിങ്ങോട്ട് വന്നേ. ഇപ്പം കണ്ടല്ലോ, ഇനി എന്നെ ശല്യം ചെയ്യാൻ വന്നാ ഇതൊക്കെയാവും ഫലം. സമ്മതിച്ചു, നീ വലിയ സാമർത്ഥ്യക്കാരി തന്നെ. പക്ഷെ ഒന്നോർത്തോ, അല്പം കൂടി സൂക്ഷിച്ചില്ലെങ്കിൽ പാര അങ്ങോട്ടും വരും. ഞാൻ പറഞ്ഞ കാശിന്റെ കാര്യം എന്തായി? 1-ാം തീയതിക്ക് മുമ്പ് ഒരു പൈസ പോലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ ഇവിടെ നിൽക്കണ്ട. ഇനി ഉള്ള കാര്യം പറയാമല്ലോ. ഞാനൊരു കുടിയിറക്ക് ഭീഷണിയില്ല. കൊടുത്തു തീർക്കാനുള്ള വാടക കുടിശ്ശിക എത്രയും പെട്ടെന്ന് കൊടുത്തില്ലെങ്കിൽ ലോഡ്ജിൽ നിന്ന് ഇറക്കി വിടുമെന്നാ ഓണർ പറഞ്ഞിരിക്കുന്നത്. അതിന് ഞാനെന്ത് വേണം? എന്റെ കൂടെ താമസിപ്പിക്കണോ? അയ്യോ, അതൊക്കെ ലതയ്ക്ക് ബുദ്ധിമുട്ടാവില്ലേ? അയ്യടാ, അങ്ങോട്ട് പോന്നേരെ പെട്ടിയും കിടക്കിയിട്ട്. അവിടെ നല്ല 1-ാം തരം ചൂലുണ്ട്. വെറുതെ എന്നെ വാശി പിടിപ്പിക്കരുത്. വാശി പിടിപ്പിച്ച കൂടുതൽ വരട്ടല്ലേ? വരട്ടിയാൽ നമുക്ക് കാണാം കാണാം. കാണാം. ആ, ലതേ, നിന്നെ അന്വേഷിച്ച് ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്നു. ആ, ഇതാ വരുന്നു. ആരാ? എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? അത് കൊള്ളാം. ഭാര്യയുള്ളിടത്തല്ലേ ഭർത്താവ് കഴിയേണ്ടത്? ഓഹോ, ആ അവകാശം പറഞ്ഞ് ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ടാണോ ഈ പെട്ടിയും കിടക്കയായിട്ട് എഴുന്നള്ളിയിരിക്കുന്നത്? എഴുന്നേക്ക്, ഉടൻ സ്ഥലം വിട്ടോ. എന്നല്ലേ ഒരു വികലാംഗനോട് ഇത്ര ക്രൂരമായി സംസാരിക്കാതിരിക്കൂ. വാടക കൊടുക്കാനില്ലാത്തതിന്റെ പേരിൽ എന്നെ ലോഡ്ജിൽ നിന്നും ഇറക്കി വിട്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോയാൽ എന്നെ ശുശ്രൂഷിക്കാൻ ആരുണ്ട്? ആഹാരം വെച്ചു തരാൻ ആരുണ്ട്? മരുന്ന് വാങ്ങിത്തരാൻ ആരുണ്ട്? അയ്യോ, നിങ്ങൾ എന്തൊക്കെയാ മനുഷ്യ ഈ പറയുന്നത്? അപ്പൊ ഞാൻ ഈ പറഞ്ഞൊന്നും സ്വർണ്ണലതയ്ക്ക് മനസ്സിലായിട്ടില്ല. അയ്യോ, എനിക്കൊന്നും കേൾക്കണ്ട. ഇവിടെ താമസിക്കാനുള്ള പരിപാടിയാണെങ്കിൽ അത് നടക്കില്ല. ഇത് അവസാന തീരുമാനമാണോ? എന്നാ ശരി, ഞാൻ നേരെ കമ്പനി ചെയർമാന്റെ വീട്ടിൽ പോവാം. ഇതിനേക്കാളും സൗകര്യം അവിടെ കാണുമല്ലോ. എല്ലാ സത്യങ്ങളും ഞാൻ അദ്ദേഹത്തോട് തുറന്നു പറയും. അദ്ദേഹം എന്നെ കൈവിടില്ല. അത് ശരി, നിങ്ങൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണോ? ബ്ലാക്ക് മെയിലോ ഗ്രീൻ മെയിലോ മദ്രാസ് മെയിലോ ജീവിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും, ഏത് വേഷവും കിട്ടും. നിന്റെ കമ്പനിയിൽ എനിക്കൂടെ ഒരു ജോലി ശരിയാക്കി തരുന്നവരെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. ഓഹോ, തീരുമാനിച്ചു കഴിഞ്ഞു? തീരുമാനിച്ചു കഴിഞ്ഞു. എന്നാ നമുക്ക് കാണാം. ഒന്നി രണ്ടുപേർക്കും ജോലി, അല്ലെങ്കിൽ ആർക്കും ജോലി വേണ്ട. ലതേ, എന്താ ഇത്? നീ വന്നേ, ആ ചായ ഇങ്ങ് തന്നേക്കൂ. താങ്ക്സ്. ഇനി വാ. വലിഞ്ഞൊരു വന്നിരിക്കുന്നു. എന്തൊക്കെയാടി ഇത്? ആരാത്? ഞാനൊന്ന് പറഞ്ഞില്ലേ, ഹസ്ബൻഡാണെന്ന് പറഞ്ഞ് ജോലി വാങ്ങിയ. നിനക്ക് ചിരിക്കാം, ഞാനാ പുലിവാലി പിടിച്ചത്. പുലിവാലി പിടിച്ചെങ്കിലേ അത് വെറുതെ ഒന്നുമല്ല. സിസ്റ്റർ, നിങ്ങൾക്കറിയോ എനിക്ക് കിട്ടേണ്ട ജോലി അവർ തട്ടിയെടുത്തത്? ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എന്നെ പറയൂ. ഞാനിപ്പോ ആവശ്യപ്പെടുന്നത് വളരെ ന്യായമായിട്ടുള്ള ഒരു ഡിമാൻഡാണ്. കുറച്ച് ദിവസത്തേക്കുള്ള ഒരു താമസ സൗകര്യം. ഒന്നുകിൽ എനിക്കൊരു ജോലി കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ വേറൊരു താമസ സൗകര്യം ശരിയാവുന്നവരെ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. ഇനി എന്ത് ചെയ്യൂടെ? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇപ്പൊ അയാൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടാ നിന്റെ ജോലി പോക്കാം. തൽക്കാലം നമ്മൾ അയാളെ സഹിച്ചേ പറ്റൂ. വിശ്വട്ടിനൊന്ന് വന്നാ എന്തെങ്കിലും ഒരു ജോലി ഇയാൾക്ക് ശരിയാക്കി കൊടുക്കാം. അതുവരെ ഇവിടെ എങ്ങാനും കഴിഞ്ഞോട്ടെ. ഇവിടെയോ? ആ വരാന്തയിലുള്ള മുറി വെറുതെ ഒഴിഞ്ഞു കിടക്കല്ലേ. നമുക്ക് വേറെ ശല്യമൊന്നുമില്ലല്ലോ. അത് വേണോ? അതേ ഉള്ളു മാർഗം. വാ. തൽക്കാലം ഈ മുറിയിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. ദാ, ആ വാതിൽ വിട്ട് അകത്തോട്ട് ഒരു ചുവട് വെച്ചു പോരുത്. ഞാൻ ഓഫീസിൽ നിന്ന് വന്ന ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. അത് ന്യായം. താങ്ക് യു ഫോർ യുവർ അറേഞ്ച്മെന്റ്സ് മാഡം. വരുന്നേ. ആരാ? ഭഗവാനെ, ഈ പ്ലാസ്റ്റർ ഏത് ഭാഗത്തായിരുന്നു? വലത്തെ ഉണ്ടക്കണ്ണിന്റെ മോളിൽ. കറക്റ്റ്. തുറക്കണോ വാതിൽ? തുറക്കാൻ. എല്ലാം ക്യൂറായി. പക്ഷെ ഇനിയും കൈ ഒടിയായിരിക്കാൻ 6 മാസത്തേക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കൈ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. 6 മാസത്തേക്കല്ല, ആജീവനാന്തം ബാൻഡേജ് കെട്ടേണ്ട അവസ്ഥയിലാക്കിത്തരാൻ തന്നെ ഞാൻ. മിസ്റ്റർ, താൻ എന്താ കരുതിയേ? തന്റെ ഭീഷണിയെ പേടിച്ച ഇവിടെ താമസിപ്പിക്കാൻ സമ്മതിച്ചെന്നാണോ? ഇന്ദു പറഞ്ഞോണ്ട് മാത്രം
അവളൊരു പാവായി പോയി. ജോലി കിട്ടാൻ വേണ്ടി ഞാനൊരു കള്ളം പറഞ്ഞു. തെറ്റ് തന്നെ, സമ്മതിച്ചു. അതിന്റെ പേരിൽ എന്നെ ഇങ്ങനെ വേട്ടയാടാൻ നടക്കുന്നത് കഷ്ടമാണ്. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ നിന്നൊന്ന് പോയി തരണം, എങ്ങോട്ടെങ്കിലും. കൊള്ളാം, അഭിനയം കലക്കി. അതെ, അല്പമെങ്കിലും സംസ്കാരമുള്ള ഒരു പെണ്ണും നടത്താത്ത നാടകം കളിച്ച കമ്പനി ചെയർമാനെ പോലും പറ്റിച്ച് നീ ജോലി തട്ടിയെടുത്തത്. ഇതൊക്കെ കണ്ട് മയങ്ങി ഞാൻ പിന്തിരിയാൻ പോകുന്നില്ല. അതൊക്കെ പോട്ടെ, എനിക്കൊരു 100 മണീസ് വേണം, വളരെ അത്യാവശ്യം. 100 മണീസോ? ആ. എന്റെ കയ്യിൽ ഒരു ചില്ലി കാശ് പോലും ഇല്ല. ഞാൻ പെടുന്ന പാട് എനിക്കറിയാം. പുതിയ ഡ്രസ്സും വാച്ചും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അതിനെവിടുന്ന കാശ്? ആ അതെ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. എന്റെ കാശ് കൊണ്ട് ഞാൻ വാച്ചും വാങ്ങിക്കും, മറ്റു പലതും വാങ്ങിക്കും. താനാരോ ചോദിക്കാൻ? നീ വന്നോ? പിന്നെ ലത എത്രയും പെട്ടെന്ന് അടിച്ചിറക്കി വിടുന്നു. ആരെ? ആ മരങ്ങോടനെ. പിന്നെ അല്ല കാര്യ. ലത, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇന്നിവിടെ അവറാച്ചനും കൂട്ടരും വിശ്വനെ അന്വേഷിച്ച് വന്നിരുന്നു. പണത്തിന്റെ പ്രശ്നവും പറഞ്ഞ് കുറെ ബഹളം ഉണ്ടാക്കി. ആ ഉണ്ണികൃഷ്ണൻ ഇടപെട്ടാ അവരെ മടക്കി അയച്ചത്. എനിക്ക് തോന്നുന്നത് അയാൾ ഒരു പാവാന്ന. നിനക്ക് കാണുന്നവരൊക്കെ പാവാ. ഇതൊക്കെ അവന്റെ നമ്പറാ. ശരിയാവില്ല. വിശ്വം പോലെ ഇല്ലാത്ത ഈ അവസ്ഥയിൽ അയാളെ ഇവിടെ താമസിപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയ തെറ്റാത്. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ചെയർമാൻ ആളൊരു ശുദ്ധനാ. എല്ലാ സത്യങ്ങളും ഞാൻ അദ്ദേഹത്തോട് തുറന്നു പറയും. എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു കള്ള പെറ്റീഷൻ കൊടുത്ത് അവരവനെ ഇടിച്ച് ചമ്മന്തിയാക്കിക്കൊള്ളും. എന്താലതേ, എന്ത് പണിയാ ഈ കാണിച്ചേ? ആ ഭാർഗവി ചേച്ചി നമ്മുടെ വീട്ടിൽ ഒന്ന് കുത്തിയിരിക്കുക. അതെന്തിനാ? എന്താ? എന്തിനാണ് അവരുടെ വാച്ചൊക്കെ വാങ്ങിച്ച് കെട്ടിക്കൊണ്ടുവരാൻ പോയത്? അത് ലതയുടെ വാച്ച് ഇന്ന് എന്നെ റിപ്പയർ ചെയ്ത് കിട്ടും. ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ 2-3 ദിവസത്തേക്ക് വാച്ച് ഇല്ലാതെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ. അതൊന്നും സാരമില്ല ചേട്ടാ. ഞാൻ വൈകുന്നേരം തന്നെ ഇത് തിരികെ കൊടുത്തേക്കാം. നല്ല കളിയായി. ഏതോ കല്യാണത്തിന് പോകാൻ വാച്ച് വേണമെന്ന് പറഞ്ഞ ഭാർഗവ ചേച്ചി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക അവിടെ. അത് ഇവർ തന്നെ അതങ്ങ് കൊടുത്തേക്ക് മോളെ. എന്തിനാ ഈ അങ്ങനെ സാധനങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുക്കേട്ടാ. പെറ്റീഷൻ കൊടുത്ത പോലീസിനെ കൊണ്ട് ഇടിപ്പിക്കും അല്ലേ? നീ ഒരു ഗോൾ അടിച്ചാൽ ഞാൻ 10 അങ്ങോട്ട് അടിക്കും. വൈകുന്നേരം ഞാൻ വീട്ടിൽ വന്നോട്ടെ, കാണിച്ചു തരാം. പിന്നെന്താ, ലഡ്ഡോ ബോളിയോ എന്ത് വേണോ വാങ്ങിച്ചുതരാം. ഇതാണോ ഇത്ര വലിയൊരു ഇഷ്യൂ? ഈ ലതയുടെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു. എന്നാൽ ഇത്രയും നല്ലൊരു ചുണക്കുട്ടിയെ ഇന്ദുവിന് ഭർത്താവായി കിട്ടിയല്ലോ. മുത്തശ്ശിക്ക് സമാധാനായി. ഈ കഴിവുകൾ എന്ന് പറയുന്നത് നമ്മുടെതാണ് മുത്തശ്ശി. എല്ലാം മോളിലുള്ള ഒരാൾ തരുന്നതല്ലേ? അതേ മുത്തശ്ശി. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. വാഴുക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് ഏറ്റുണ്ണഴും ഭവാൻ. ഞങ്ങള് കുടുംബപരമായിട്ട് വലിയ ഈശ്വര വിശ്വാസികളാ. സമയം കിട്ടുമ്പോഴൊക്കെ ജ്ഞാനപ്പാന പാടിക്കൊണ്ടിരിക്കും അല്ലേ? ഈശ്വര വിശ്വാസം വളരെ നല്ലതാ ഉണ്ണി. ഉണ്ണിയല്ല, വിശ്വനാഥൻ. എനിക്കെല്ലാം ഒന്നാ. എന്റെ മോനെ, ഇന്തൊരു കഥയില്ലാത്തോള. കോളേജിലൊക്കെ പോയി പഠിച്ചെന്നല്ലാതെ ഒരു കാര്യം നോക്കി നടത്താൻ അവൾക്കറിയില്ല. അയ്യോ, അങ്ങനൊന്നും പറയരുത് മുത്തശ്ശി. ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത എന്റെ ഈ പെങ്ങളെ വെച്ച് നോക്കുമ്പോ ഇന്ദു എന്ത് മിടിക്കുക. ബുദ്ധിയില്ല എന്നുള്ളത് പോട്ട്, അല്പമെങ്കിലും സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും മണ്ടന്മാരെങ്കിലും വന്ന് കെട്ടിക്കൊണ്ടുപോയി. വിശ്വം, കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട് കേട്ടാ. അതെയോ? ആ, ഞാൻ മോളെ കാണാൻ കാത്തിരിക്കായിരുന്നു. വരും. അതെ, ഓവർ ആക്ടിങ് വേണ്ട. ഒരു ഇളിച്ച ചിരിയും തമാശ പറച്ചിലും കുറച്ച് കൂടുന്നുണ്ട്. ഈ കഥാപാത്രം ഭംഗിയാക്കണമെങ്കിൽ അല്പം ഓവർ ആക്ടിങ് വേണം. ആക്ടിങ്ങിനെ കുറിച്ച് നീ എന്നെ പഠിപ്പിക്കണ്ട, എനിക്കറിയാം. ആ, ഇതെല്ലാം ഇന്ദുവിന് അവകാശപ്പെട്ടത്. മോൻ നോക്കണ്ട, മോനുണ്ട് എന്റെ വക ഒരു സമ്മാനം. മുതുമുത്തശ്ശന്മാരെ കാലം മുതലൊക്കെ ഈ തറവാടിന്റെ ഐശ്വര്യ ഈ പുലിനാഗം കെട്ടിച്ച മാല. ഇത് ഇന്ന് മുതൽ വിശ്വന്റെ കഴുത്തി കിടക്കട്ടെ. ധാരാളം സ്വർണ്ണമാലകള് എനിക്ക് സ്വന്തമായിട്ട് വേറെ ഉണ്ടെങ്കിലും ഇതിന് ഞാനൊരു സെന്റിമെന്റൽ വിലയാ കൽപ്പിക്കുന്നു മുത്തശ്ശി. ഇപ്പോ എന്നെ കണ്ടാൽ കൊച്ചി രാജകുടുംബത്തിലെ കൊച്ചി എമ്പുരാനെ പോലെയുണ്ട് അല്ലേ മുത്തശ്ശി? അയ്യോ മുത്തശ്ശി, എന്തായി കാണിച്ചേ?
ചേട്ടന്റെ കഴുത്തിലാണോ ഇത്ര വില കൂടിയ മാലയൊക്കെ ഇട്ടു കൊടുക്കുന്നത്? ഈ തറവാടിന്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടത് തന്നെ. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ? ഞങ്ങളുടെ തറവാട്ടുകാർക്ക് പാരമ്പര്യമായിട്ട് ഒരു കുഴപ്പമുണ്ട്. തറവാട്ടിലെ ആണുങ്ങളെല്ലാം വലിയ ദാനശീലരാ. ഒന്നും വേണ്ട മുത്തശ്ശി, കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടന്റെ വിരലിൽ ഒരു വിവാഹ മോതിരമെങ്കിലും ഉണ്ടോന്നൊന്ന് നോക്കിയേ. എത്ര മോതിരം കിടന്ന കയ്യാ ഇത്. ആരെങ്കിലും വന്ന് വല്ല ബുദ്ധിമുട്ടോ സങ്കടമോ പറഞ്ഞ ഉടനെ അങ്ങ് ഊരിക്കൊടുക്കും. ശിവ ശിവ, എന്താ വിശ്വ കേക്കണത്? ഞങ്ങളുടെ കുടുംബസ്വത്ത ഈ മാല, അത് അന്യാധീനപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. അതങ്ങ് ഊരി കൊടുക്ക് ചേട്ടാ. മുത്തശ്ശി പേടിക്കണ്ട, ഇതാർക്കും കൊടുക്കില്ല. ഇപ്പൊ തന്നെ കൊണ്ടുപോയി പെട്ടിയിൽ ഭദ്രമായി പൂട്ടി വെച്ചിട്ട് വരാം. അതൊക്കെ ചേട്ടൻ ഇപ്പൊ പറയും. പെട്ടിക്കകത്തുനിന്ന് ഓരോന്നെടുത്ത് എത്ര ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടെന്നോ? അതേ വിഷയം അതിൽ തന്നേക്ക് ചേട്ടാ. തൽക്കാലം ഞാൻ എന്റെ കയ്യിൽ വെച്ചോളാം. ഇതാ മുത്തശ്ശി. ഇതാ മോളെ, നീ അകത്ത് കൊണ്ടുപോയി വെക്ക്. ആ. ഓ, 1-2 ചൂട് നടന്നതേ ഉള്ളൂ. കാലിനൊക്കെ എന്തൊരു വേദന. ഈശ്വര, നടക്കാൻ പോലും വയ്യ. നല്ല വേദനയുണ്ടോ മുത്തശ്ശി? ഉണ്ടോന്നോ? ദേഹം ആസകലം കോച്ചു വലിക്കുക. ഒരു വാക്ക് എന്നോട് പറയാത്തത് എന്താ? മുത്തശ്ശിക്ക് അറിയോ, ഞങ്ങളുടെ കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് പരമ്പരാഗതമായി കിട്ടിയ ഒരു കഴിവുണ്ട്. അവരുടെ കൈകൊണ്ടൊന്ന് തൊട്ടാ മതി, ഏത് വേദനയും പമ്പ് കിടക്കും. പ്രത്യേകിച്ചും ഈ തലമുറയിൽ എവരുടെ കൈപ്പുണ്യൊന്നും വേറെ തന്നെയാ. തടവി കൊടുക്കില്ലേ? വേണ്ട കുട്ടി, കുട്ടി ഇതൊന്നും ചെയ്യണ്ട. അതൊക്കെ ഞാൻ ഗുരുക്കളെ കൊണ്ട് ചെയ്യിച്ചു. അയ്യോ, അതിന്റെ ആവശ്യം എന്താ? നമ്മുടെ മുത്തശ്ശിയെ പോലെയല്ലേ ഈ മുത്തശ്ശിയും. തടവി കൊടുക്ക. എവളുടെ ഒരു സ്പെഷ്യൽ സ്റ്റൈലുണ്ട്, അതൊന്ന് കാണണം. വീണയിൽ ഇങ്ങനെ വിരലോടിക്കുന്ന പോലെ ഇരിക്കും. കണ്ടോ? ആത്മാർത്ഥ കണ്ടോ? ഓ, എന്തൊരു ആശ്വാസം മോളെ. ഇടിച്ചതിന്റെ ലിവറിളക്കി കളയും. പെണ്ണുങ്ങളെ കമലടിക്കുന്നോളാം. ഇങ്ങനെ പറയുന്ന ഒരു പോലീസുകാരനെ ഒരു മീശയില്ലാതെ സങ്കല്പിച്ച് നോക്കിയ സുഹൃത്തുക്കളെ, അതാണ് പറഞ്ഞത്. മീശ മീശ, വരേൻ മീശ, കൊമ്പം മീശ, കൊനസ്റ്റ് മീശ, പോലീസ് മീശ, പട്ടാള മീശ, കായംകുളം കൊച്ചുള്ളി മീശ. ബഹനോർ ഭായിയോ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, തായ്മാർകളെ, തന്തമാർകളെ, സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിലും കലാരംഗത്തിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ വിവിധ തരം മീശകൾ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത് പ്രൊഫസർ കാഞ്ചൻ ജയ്ക്ക. സമ്പ്രതി വാർത്താഹ പ്രവാചക ബലദേവാനന്ദ സാഗര. സുഹൃത്തുക്കളെ, ദേവാനന്ദയെ പോലെ വലിയ നടന്മാർ ജനക് ജനക് പായൽ ബജെ ജനിച്ചത് മീശയില്ലാതെയാണ്. ദിൽഹേക്ക് മാൻതാ നഹീം. എന്നാൽ ദൈവത്തിന്റെ കൃപ കൊണ്ട് റോട്ടി കപ്പട ഓർ മകാൻ, ചെറിയ കപ്പട മഹാൻ മീശകൾ വച്ച് രുദ്ര മത്തന, സ്വന്തം രൂപം പോലും മാറ്റാൻ അവർക്ക് കഴിഞ്ഞു. മുഖദ്ദർക്ക സികന്ദർ, മുഖത്തിന് ചേരുന്ന മീശ ആശിക്ക്. ആരാണ് ആശിക്കാത്തത്? ഒറ്റ നോട്ടത്തിൽ തന്നെ പ്രകടമായി ബുദ്ധിയില്ല എന്ന് നമുക്ക് മനസ്സിലാകുമെങ്കിലും നമ്മൾ ഇയാളെ പേടിക്കുന്നു. കാരണം ഇയാളുടെ മീശ സുഹൃത്തുക്കളെ അറച്ചു നിൽക്കാതെ മടിച്ചു നിൽക്കാതെ കടന്നു വരും. ഒരു ഭാഗ്യക്കുറി ടിക്കറ്റ് എടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ട് നല്ലതല്ലേ ഈ മീശ വാങ്ങുന്നത്? ഭാഗ്യക്കുറി ടിക്കറ്റ് എടുത്താൽ സമ്മാനം കിട്ടുമെന്ന് എന്താണ് ഉറപ്പ്? എന്നാൽ ഈ മീശ വാങ്ങിയാൽ നിങ്ങളുടെ മുഖത്ത് ഈ മീശ ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വരൂ വരൂ വരൂ, വിവിധതരം മീശകൾ. 5 രൂപ, 10 രൂപ, 15 രൂപ, 20 രൂപ. വരൂ, വരൂ വരൂ, വാങ്ങിക്കോളൂ. ക്യൂ നിന്ന് വാങ്ങും. തള്ളരുത്, എല്ലാവർക്കും ഉണ്ടല്ലോ. എന്താ അങ്ങനെ? വരൂ വരൂ വരൂ. മീശയും താടിയൊക്കെ സഹായ വിലയാണ്. വാങ്ങിക്കോളൂ, ഓരോരുത്തരായിട്ട് വന്ന് വാങ്ങിക്കോളൂ. ഉണ്ണികൃഷ്ണ, വാങ്ങിച്ചോളൂ. ഈ മീശയും താടിയും വെച്ചാ ആർക്ക് വേണോ ആരെ വേണമെങ്കിലും പറ്റിക്കാം, തിരിച്ചറിയാൻ പറ്റില്ല. ഉണ്ണികൃഷ്ണൻ, ഇങ്ങോട്ട് വന്നേ. ചിലപ്പോ ഈ താടിയും മീശയും വെച്ചാ പരിചയമുള്ള ആൾക്കാരാണെന്ന് നമുക്ക് സംശയം തോന്നുവരെ ചെയ്യും. ഉണ്ണികൃഷ്ണ, ഉണ്ണികൃഷ്ണ അവിടെ നിന്നേ. ഉണ്ണികൃഷ്ണ അവിടെ നിൽക്കാൻ. ഉണ്ണികൃഷ്ണ, അവിടെ നിൽക്കേ. അവിടെ നിൽക്കാൻ. ഉണ്ണികൃഷ്ണ നിൽക്കേ. ഒരു കാര്യം പറഞ്ഞോട്ടെ? പറയാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. കാര്യം പറയാം. ഓക്കെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്. അന്ന് ഞാൻ മുത്തശ്ശിയുടെ മുമ്പിൽ വിശ്വനാഥനായി അഭിനയിച്ചത് ഈ സിസ്റ്ററെ ഒരു ആപൽഘട്ടത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. അതിനെനിക്ക് കിട്ടിയ ശിക്ഷയോ 5 ഇടിയും 6 അടിയും 3 തൊഴിയും. സ്വല്പം ഒഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ആ പൂച്ചട്ടി വീണെന്റെ തല പപ്പടമായി പോയെന്നെ. എന്നെ വേഷം കെട്ടിച്ചവർ എന്നെ കാലുവാരിയായിരുന്നു. അതെവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഇന്ന് ഞാൻ വിശ്വനാഥനായി അഭിനയിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ധാരാളം ഭൗതിക നേട്ടങ്ങളുണ്ട്. സോ ദിസ് ഇസ് എ ബിസിനസ്. അപ്പൊ എന്റേതും ഒരു ഫ്രീ സർവീസ് ആയിരിക്കില്ല. എനിക്കും വേണം കമ്മീഷൻ, ബ്രോക്കറേജ്, ലാഭവിഹിതം. തനിക്കിപ്പോ എന്താ വേണ്ടത്? മാന്യന്മാർ സംസാരിക്കുമ്പോൾ ഇടപെടരുത്.
എനിക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് അറിഞ്ഞതിന് ശേഷമേ പറയാൻ പറ്റൂ. അതൊക്കെ എന്തു വേണമെങ്കിലും തരാം. പക്ഷേ ഒന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി, ഇക്കാര്യത്തിൽ നമ്മൾ തമ്മിലുള്ള പരസ്പര ധാരണയും വിശ്വാസമാണ് വേണ്ടത്. ഉണ്ണികൃഷ്ണന് ഇതൊരു ബിസിനസ്സും കോൺട്രാക്റ്റും ഒക്കെ ആയിരിക്കും, പക്ഷേ എനിക്ക് അതിനപ്പുറത്ത് പലതുമാണ്. അയ്യോ, ഞാൻ ആ ഉദ്ദേശത്തിലല്ല പറഞ്ഞത്. എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം എല്ലാ അർത്ഥത്തിലും. ഉടൻ നിർത്തിക്കോളൂ. ആ ആ അതെ, ഇങ്ങോട്ട് വന്നോളൂ. ചുമട് എടുക്കുവോ? ഓ, ആ എടുത്തോളൂ. മുത്തശ്ശി, എന്നെ അനുഗ്രഹിക്കണം മുത്തശ്ശി. എന്താ തടി പോലെ നോക്കിക്കണേ? ഉമ്മർത്തോണ്ട് വെച്ചൂടെ? എന്താ താനീ കാണിച്ചത്? ഊരിയൊന്നുമില്ല. ഇവിടെ ഗുരുക്കളെ താൻ എന്താ കാണിച്ചത്? യാത്രയൊക്കെ സുഖമായിരുന്നു മോനെ. ഒരൗൺസ് പഞ്ചജീര കൂടെ ഒടിച്ച് കാറി കയറിയത് ഓർമ്മയുണ്ട്. ഇങ്ങ് വീടെത്തിപ്പോഴേ കണ്ണു ഓർമ്മ. ഞാൻ മത്തങ്ങ നിർത്തോട്ടെ. മുത്തശ്ശി വരുന്നത് പ്രമാണിച്ച് ഞാൻ ഓഫീസിൽ ചെന്ന് ലീവ് എടുത്തു. ഒന്നിനും ഒരു കുറവുണ്ടാകാൻ പാടില്ല. വന്നാട്ടെ. ഊണിന് മുത്തശ്ശിക്ക് ഇഷ്ടമുള്ള മാമ്പഴ പുളിശ്ശേരിയും പാവയ്ക്ക തോരനും തയ്യാറാക്കിയിട്ടുണ്ട്. പാലട പ്രഥമൻ വേറെയുണ്ട്. മുറുക്കാൻ ജാപ്പാണം പുകയിലയും തെങ്കാശി വെറ്റിലയും റോസ് ചുണ്ണാമ്പും വാങ്ങി വെച്ചിട്ടുണ്ട്. ആ ഗുരുക്കളമ്മാവന് അങ്ങാടി മരുന്ന് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂട്ടോ, ഞാൻ ഇപ്പൊ തന്നെ വാങ്ങിട്ട് വരാം. തേച്ചു കുളിക്കാൻ ബലാ കുളിച്ചാതി എണ്ണ തന്നെ മതിയല്ലോ, അതും വാങ്ങി വെച്ചിട്ടുണ്ട്. ഈ സ്നേഹത്തിന് മുമ്പിൽ ഗുരുക്കളമ്മാവൻ പതർന്നു കൂട്ടിയേ. താൻ എന്തിനുണ്ട് പതർന്നേ? വേണ്ടേ? പതർന്നില്ലേ? വന്നാട്ടെ വന്നാട്ടെ. ഒരു മോളെ. നല്ല യാത്രാക്ഷീണം ഉണ്ടാവും. ആദ്യം ഓരോ ഗ്ലാസ് ചൂട് കാപ്പിയാവാം അല്ലേ? സിസ്റ്റർ സിസ്റ്റർ എനിക്ക് ഇന്ത് പോയി കാപ്പി എടുത്തോണ്ട് വരൂ. കാല് തടവണോ മുത്തശ്ശി? തടവി കൊടുക്കടി. ഇപ്പൊ വേണ്ട മോനെ, കുറച്ച് കഴിഞ്ഞിട്ട് ആ മതിയില്ലേ? വായി നോക്കി നിൽക്കാതെ ആ സാധനങ്ങൾ എടുത്തു വെക്കാൻ ഗുരുക്കളമ്മാനെ സഹായിക്കടി. നോക്കാതെ ചെല്ലടി. ചെല്ലുമോളെ. വിരട്ടിയാലേ ശരിയാവുള്ളൂ. മുത്തശ്ശിയുടെ മുമ്പിൽ വെച്ചുള്ള ഈ എടി പൊളി വിളി നിർത്തിയില്ലെങ്കിലേ എന്റെ സ്വഭാവം മാറും. അത് ഉണ്ണികൃഷ്ണൻ സ്വർണ്ണലതയെ വിളിക്കുന്നതല്ല. ഇവിടത്തെ നാടകത്തിലെ ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തെ വിളിക്കുന്നതാണ്. അത് മനസ്സിലാക്കാനുള്ള വിവരമില്ല. ഞാൻ എന്ത് ചെയ്യും? ഒരു കാര്യം, അന്തസ്സുള്ള ആൾക്കാർ ഇവിടെ താമസിക്കുന്നത് അല്പം കൂടെ സംസ്കാരത്തോടെ പെരുമാറണം. ഓവർ സ്വാതന്ത്ര്യം കാണിച്ചാലും ഉണ്ടല്ലോ. എന്ത് ചെയ്യും മാഡം? ഇനി മുത്തശ്ശി ഇവിടുന്ന് പോകുന്നത് വരെ കാര്യങ്ങളുടെ എല്ലാം കടിഞ്ഞാണ് എന്റെ കയ്യിലാ. നിർത്ത്. കുതിരവണ്ടി ഓടിച്ച് നടന്നവനെയൊക്കെ പിടിച്ച് വീട്ടിൽ കയറ്റിയ എന്നെ വേണം തല്ലാൻ. ഓഹോ, നിന്റെ അടവ് എനിക്ക് മനസ്സിലായി. ആദ്യം ഇങ്ങനെ ഉടക്കി ഉടക്കി അവസാനം പ്രേമത്തിലാവാന്നായിരിക്കും. അതിന് എന്നെ കിട്ടൂല, വേറെ ആളെ നോക്കിയാ മതി. ഓക്കെ? എന്താ മോളെ അവിടെ? ഒന്നുമില്ല മാവാ, ഇതാ വരുന്നോ. ഇനി ആകെ ഉള്ളത് ഈ മുറിയാണ്. ഈ മുറി മുത്തശ്ശിക്ക് എങ്ങനെ ഉണ്ടാവും? വീടൊക്കെ വലുതാണെങ്കിലും മുറികൾക്കൊന്നൊരു വീതിയും വിസ്താരവും ഇല്ല. എല്ലാം കിളിക്കൂട് പോലെയുണ്ട്. ഇവിടെ കിടന്നാലേ എനിക്ക് ശ്വാസം മുട്ടും. എന്നാ നമുക്ക് ഇറങ്ങാം. പ്ലാസ്റ്റിക് ആണല്ലോ. അതെ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതെന്താ ചിത്രം? ഞാൻ നോക്കിയിട്ട് കാറ്റും വെളിച്ചവും കയറുന്നതും വീതിയും വിസ്താരമുള്ളത് ഈ മുറിയെ. കിടപ്പ് ഇവിടെ തന്നെ ആയിക്കാലോ ഗുരുക്കളെ. ഇത് ഹാളാണ് മുത്തശ്ശി. ആയിക്കോട്ടെ, അതിനെന്താ? അല്ല, എനിക്ക് പ്രത്യേകിച്ച് മുറിയൊന്നും വേണ്ട കേട്ടോ. തനിക്ക് ഇവിടെ പ്രത്യേക മുറി വേണമെന്ന് ആരെങ്കിലും പറഞ്ഞോ? താനാ മൂലക്കിലാകാൻ ചുരുളുടി കിടക്കണോ? പ്രത്യേക മുറി. എനിക്ക് വ്യായാമമൊക്കെ ചെയ്യണമെന്നുണ്ടേ. അതാ ഉമ്മർത്ത് ചെയ്തൂടെ? ദീപം ദീപം ദീപം. ഞാനാണ്. എന്താ അവിടെ ഒരു ഒച്ച? എന്താ എന്താ ഉണ്ടായേ? എന്താ ഉണ്ടായേ? ഒന്നുമില്ല മാവാ. ഒരു മിന്നലാട്ടം പോലെ ആരോ എന്നിട്ട് പാഞ്ഞു പോണത് കണ്ടുല്ലോ. ആരുമില്ല മാവാ, അമ്മോന് തോന്നിയതാണ്. എന്റെ കുട്ടിയെ, വയസ്സ് ഇത്രേ ആയിട്ടും കാഴ്ചക്ക് യാതൊരു കുഴപ്പമില്ല. സ്വന്തമായിട്ട് ഉണ്ടാക്കി ഉപയോഗിച്ച അഞ്ഞന കുഴമ്പിന്റെ ഗുണാണ് അത്. ആരാ അത്? അയ്യോ, ആരുമില്ല അവിടെ. പിന്നെ എന്തിനാ നിലവിളിച്ചേ? അത് പിന്നെ ഇവിടെ ആരെയും കാണാത്തോണ്ട് വിളിച്ചു പോയതാ. എന്നാ പിന്നെ നേരത്തെ പറയാൻ പാടില്ലായിരുന്നു. പാവം പേടിച്ചു അല്ലേ? പേടിയുണ്ടെങ്കിലേ ഒരു രക്ഷ ജപിച്ച് ഞാൻ കെട്ടിത്തരാം. ഇല്ലെങ്കിൽ ഗുരുക്കളമ്മാമനെ പോലെ ധൈര്യം ഉണ്ടാവണം. എന്റെ അമ്മേ, വേട്ടയ്ക്കൊരു മകനെ.
ഇനി എല്ലാ കാര്യങ്ങളും ചുമതല ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുക. ഞാൻ ഇനി എത്ര നാളുണ്ടാവും കുട്ടികളെ? ഇനിയുള്ള കാലം കാശി പോയി ഭജന ഇരിക്കണമെന്ന് എന്റെ ആഗ്രഹം. വേണ്ട, മുത്തശ്ശിയെ ഞാൻ എങ്ങോട്ടും വിടില്ല. സ്വത്തിനേക്കാളും പണത്തിനേക്കാളും എനിക്ക് വലുത് എന്റെ മുത്തശ്ശിയ. ഇങ്ങനൊരു മരുമകനെ കിട്ടാൻ സുഹൃതം ചെയ്യണേ. വൈകിട്ടില്ല, ഇനി ചെയ്താലും മതി. കഷായം കൂട്ടാൻ വൈകിട്ടില്ല എന്ന് പറഞ്ഞതായിരുന്നു. ഞാൻ പോയി നോക്കിട്ട് കറക്റ്റ് സമയത്താ വന്നത്. മുത്തശ്ശി നല്ല മൂടില്ല. മതി മോളെ. ഇനി അരമണിക്കൂർ കഴിഞ്ഞ് മതി കേട്ടോ. എന്റെ കൂടെ കോളേജ് പഠിച്ചിരുന്ന ആളാ ഉണ്ണികൃഷ്ണൻ. നല്ല വിനയമുള്ള ചെറുപ്പക്കാരനാ. സിറ്റിയിലെ ഒരു കമ്പനിയിൽ ഇന്റർവ്യൂവിന് വന്നതാ. മുത്തശ്ശിയുടെ അനുഗ്രഹം വായിക്കടാ. എന്നെ അനുഗ്രഹിക്കണം മുത്തശ്ശി. തെറ്റുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണം. നന്നായിരിക്കട്ടെ. എഴുന്നേറ്റുള്ളൂ. യവനൊരു അബദ്ധം പറ്റി. ഇന്റർവ്യൂ ഇന്നാണെന്ന് വിചാരിച്ചാ വന്നത്. കമ്പനി ചെന്നപ്പോഴാ മനസ്സിലായത് ഇനി 4 ദിവസം കഴിഞ്ഞേ ഉള്ളൂ എന്ന്. അപ്പോ 4 ദിവസത്തേക്ക് എന്റെ കൂടെ ഇവിടെ താമസിച്ചോട്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ മുത്തശ്ശിയും ഗുരുക്കളമ്മാവനും ഒക്കെ ഉണ്ട്, ഇവർക്കതൊരു അസൗകര്യമാവുമെന്ന്. ക്ഷമിക്കണം, ഞാൻ വിചാരിച്ചത് ഇവിടെ ഉണ്ണികൃഷ്ണൻ അല്ല വിശ്വനാഥനും ഭാര്യയും മാത്രമേ ഉണ്ടാവുന്ന. ഞാൻ വരട്ടെ. നിൽക്കൂ. എനിക്ക് എന്താ സൗകര്യ? 4 ദിവസത്തെ കാര്യമില്ലുള്ളൂ. കുട്ടി ഇവിടെ കൂടിക്കോളൂ. കുറച്ചാളും ബഹളമൊക്കെ ഉള്ളത് ഒരു സുഖല്ലേ? ഞാൻ മുറി കാണിച്ചുതരാം. നിൽക്കൂ. നിങ്ങളെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ള പോലെ തോന്നുന്നു. തൃശ്ശൂർ പൂരം കാണാൻ വന്നിട്ടുണ്ടോ? ഇല്ല, തൃശ്ശൂർ മൃഗശാലയിൽ വന്നിട്ടുണ്ട്. അവിടെ വെച്ചായിരിക്കും. ലേശം ഇളക്കമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. എന്റെ ശരീരം ഇളക്കണ്ടെന്ന് പറഞ്ഞേക്കൂ. ഞാനാണ് ദേവരാജനെ കൊന്നതെന്ന് വേറെ ആർക്കും അറിയില്ല. നേരത്തെ സുമിത്രയെ ബലാത്സംഗം ചെയ്തതിന്റെ പേരിൽ ഡേവിഡിന് എന്നോട് ശത്രുതയുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഒളിച്ചു താമസിക്കേണ്ടി വരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ എന്റെ ഏറ്റവും വലിയ പ്രശ്നം അകാരണമായി എന്നെ സംശയിക്കുന്ന കിളവനാണ്. അയാളെ തട്ടാതെ രക്ഷയില്ല. ഇനി നീ പറ, ഞാൻ ഏത് റോൾ എടുക്കണം? ഇൻസ്പെക്ടറുടെ റോൾ എടുക്കണോ, കുറ്റവാളിയുടെ റോൾ എടുക്കണോ? നാടകം കൊഴിപ്പിക്കണമെങ്കിൽ നീ കുറ്റവാളിയുടെ റോൾ തന്നെ എടുക്കണം. അതാവുമ്പോ നിനക്ക് പ്രത്യേകിച്ച് അഭിനയിക്കേണ്ട കാര്യമില്ല. ഗുരുക്കളമ്മാവൻ എപ്പോ വന്നു? അത് പിന്നെ ഇവൻ നാടകക്കാരനാണ്. നിന്റെ നാടകത്തിലെ ഗുരുക്കളമ്മാവനെ പറ്റിയ വേഷം എന്തെങ്കിലും ഉണ്ടാവൂടാ? വേഷമൊന്നും ഉണ്ടാവൂല. അമ്മാവന് കർത്തം വലിക്കാൻ അറിയാവോ? പെരിപ്പിക്കണ്ട അമ്മാവ, ദേഹം ഇളകും. ഇയാൾക്ക് എന്തിന്റെ അസുഖം? പേടിയൊന്നും. പേടിക്കാനൊന്നുമില്ല. മുത്തശ്ശിയും ഗുരുക്കളും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാനേജ് ചെയ്തോളാന്ന് ലത ഏറ്റിട്ടുണ്ട്. മാനേജ് ചെയ്തോളാന്ന് ലത ഏറ്റ നിലയ്ക്ക് എന്ത് വിശ്വനാഥനോട് പറഞ്ഞ് എനിക്ക് ആ ജോലി ഒന്ന് ശരിയാക്കി തരണം. ഞാൻ പറഞ്ഞു നോക്കാം. ഓ, കുടിക്കാൻ കുറച്ച് ജീരവെള്ളം കിട്ടിയ തരക്കേടില്ല. കടുക്ക വെള്ളമാണ് കുറച്ചും കൂടി നല്ലതാ. എന്തുവാ?
ഇന്ദു മോളെ എഴുന്നേൽക്ക്, കഥവ് തുറക്ക്. മോളെ ഇന്ദു എഴുന്നേൽക്ക്, മോളെ ഇന്ദു. അയ്യോ വിശ്വട്ടാ, വിശ്വട്ടാ ഒന്ന് എഴുന്നേൽക്ക്. മുത്തശ്ശി വിളിക്കുന്നു, മുത്തശ്ശി. ഇന്ദു കഥവ് തുറക്ക് മോളെ. ഇന്ദു എന്ത് തുറക്കാൻ മോളെ? കഥവ് തുറക്ക്. ഇന്ദു എന്ത് തുറക്കാൻ മോളെ? പഴയ വീടാമാവാ, പൊളിഞ്ഞു വീഴും. ഞാൻ എന്റെ മുഴുവൻ ശക്തി കൊടുക്കണില്ല കുട്ടിയെ. കുട്ടി പൊക്കോളൂ. ആഞ്ജനേയ, കുട്ടി പൊക്കോളൂ. ഉണ്ണി, ഉണ്ണി. പോക്കരത്തനം കാണിക്കുന്നു. ഉണർത്താൻ വേണ്ടി കുത്തിയതാ. നിന്റെ വീട്ടിൽ ആളുകൾ ഉണർത്തുന്ന കമ്പിട്ട് കുത്തിയാ? പുറത്തു വാ. വാ. നന്നായിട്ടുണ്ട് അമ്മാവ. അമ്മാവന് ചാടി ഈ മച്ചിൽ തൊടാൻ പറ്റുമോ? മൂന്നാമത്തെ വയസ്സില് കച്ചകെട്ടി കളരിയിൽ ഇറങ്ങിയവരാണ് ഗുരുക്കൾ അമ്മാവൻ. മാമൻ ഈ മറ്റൊരു പ്രശ്നമല്ല. എന്താ മുത്തശ്ശി? ആ മോനോ? മോനെ എവിടുന്ന? ഞാൻ എന്നും രാവിലെ 10 മൈൽ ഓടാൻ പോവും. അത് ശരി. മുത്തച്ഛനായ കാലത്ത് കൊറേ ഓടിയതാ. ഇവളെന്താ എണീക്കാത്ത? അല്ല, ഇവളെ എഴുന്നേറ്റില്ലേ? എന്തോ തുറന്നോളൂ, കുഴപ്പമില്ല. കൊഴപ്പില്ല. അല്ല, ഞാൻ ഓടിയിട്ട് മടങ്ങി എത്തുന്നവരെ ഇവക്ക് വെപ്രാളാ. ആ. തുറന്നോളൂ ധൈര്യമായിട്ട്. എന്റെ മോളെ എണീക്കാത്ര താമസിച്ചേ? തീരെ വയ്യ മുത്തശ്ശി, ഭയങ്കര തലവേദന. സുഖല്ലേ? തലവേദനയാ? നമുക്ക് അകത്ത് പോയി നല്ല പെയിൻ ബാമിട്ട് തടവാം. വാ. അവിടെ ഇരിപ്പുണ്ട്. മോനെ എടുത്തിട്ട് വാ, ഞാൻ തടവി കൊടുക്കാം. എന്നാ എങ്ങനെയുണ്ടെന്ന് ഞാനും അറിഞ്ഞിട്ട് പോകാം. അയ്യോ, എന്താ ഇത്? കാലിങ്ങനെ തിരിക്കല്ലേ. ഇത് ഗുരുക്കളുടെ ശീർഷാസനാവില്ല, ശവാസനാവും. തിരിക്കല്ലേ കുട്ടി വിടൂ. കുട്ടി എന്താ ഇവിടെ ചില പിശാചികൾ കിടന്ന് കളിക്കുന്നുണ്ടല്ലോ. ഒരു സുദർശന ഹോമം വേണ്ടി വരും. ഇനി ഏതായാലും ഒറ്റയ്ക്ക് ഞാനീ ഉമ്മർത്തേക്കില്ല. നിനക്കറിയില്ലേ, ഇപ്പൊ പ്രൊബേഷണറി പീരീഡാ. കൂടുതൽ ലീവ് എടുക്കാൻ പാടില്ലെന്ന് ചെയർമാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എങ്ങനെങ്കിലും നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ. എന്താ സിസ്റ്റർ പ്രശ്നം? ഒന്നുമില്ല. ലതയുടെ ലീവിന്റെ കാര്യമാണോ? അതറിയാമെങ്കിൽ പിന്നെന്തിനാ ചോദിച്ചത്? ഇപ്പൊ എന്താ വേണ്ടേ? കുറച്ച് ദിവസത്തെ അവധി വേണം, അത്രയല്ലേ ഉള്ളൂ. ചെയർമാനും ഞാനുമായിട്ട് വലിയ അടുപ്പത്തില്ല. ലീവ് സാങ്ഷൻ ആയിക്കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റു. അയ്യടാ, ഇയാള് പോയാൽ ലീവിന് പകരം എനിക്ക് സസ്പെൻഷൻ ആവും കിട്ടാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വിധിയാണെന്ന് കരുതി സമാധാനിച്ചാൽ മതി, അല്ലേ സിസ്റ്റർ? സിസ്റ്റർ ഇവരെ ഇന്ന് ഓഫീസിലേക്ക് വിടണ്ട. ലീവ് പാസ്സായിക്കൊണ്ടേ ഞാൻ വരൂ. എന്താ കാര്യം? സർ, തുറന്നു പറയാൻ മടിയും നാണവും ചമ്മലും ഉണ്ട്. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയണോ? പിന്നെ വൈഫിന് കുറച്ചു ദിവസത്തെ ലീവ് വേണമായിരുന്നു. ഇത് പറയാനാണോ ഇത്ര നാണം? അതെ, ഞാനൊരു അച്ഛനാവാൻ പോകുന്നു. ഓഹോ, അപ്പൊ ക്രിസ്ത്യാനിയാണല്ലേ? ആ അച്ഛനല്ല, ഞാനൊരു കുട്ടിയുടെ അച്ഛനാവാൻ പോവുകയാണ്. ലത 3 മാസം പ്രഗ്നന്റ് ആണ്. അതിന് ഇപ്പോഴേ ലീവ് എന്തിനാ? വേണം സർ. ആറ്റ് നോച്ചിരുന്ന് വന്നത് പ്രഗ്നൻസിയും ടൈഫോയിഡും കൂടി ഒരുമിച്ചാണ്. പാവം ലത പണ്ടേ ദുർബല, കൂടെ ഗർഭിണിന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു ദിവസത്തേക്ക് ഒരു വിരൽ പോലും അനക്കരുതെന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. മിനിമം ഒരു 10 ദിവസത്തെങ്കിലും ബെഡ് റെസ്റ്റ് വേണ്ടിവരും. അതെ, ലീവ് ആപ്ലിക്കേഷൻ കൊണ്ടുവരുന്നുണ്ടോ? ഉണ്ട് സർ. ഇത് മാനേജരെ കൊടുത്തേക്കും, ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. താങ്ക് യു സർ. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ലേശം നിറവ്യത്യാസം. ഉണ്ടാക്കിയത് ശരിയായില്ലേ? ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ആടലോടകം ഈ പ്രദേശത്ത് കിട്ടാൻ ലേശം ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ കടുത്തൊരു പ്രയോഗം നടത്തി. കുടിക്കാമോ? പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞ വേറെ വല്ലതും കരുതുവോ? വേറെ എന്ത് കരുതാൻ? കാര്യം പറഞ്ഞെന്ന് കരുതും. അല്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇദ്ദേഹം അത് തെറ്റായിട്ട് ധരിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടേ. തനിക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ
ശരിയായി തന്നെ ധരിക്കാൻ പറ്റുന്ന കാര്യം പറയടോ. എന്തായത് ഇങ്ങനെ എല്ലാറ്റിനും തറുതല പറയണത്? ഞാൻ വിചാരിച്ചു ഈ തല നിറച്ചും ബുദ്ധിയാണെന്ന്. അല്ല, ഇപ്പോഴാ മനസ്സിലായത് ഈ തല നിറച്ചും അതിബുദ്ധിയാണെന്ന്. അതെ, വേറൊന്നും തോന്നരുത്. നമ്മുടെ വിശ്വനാഥന്റെ കൂട്ടുകാരൻ ആളത്ര ശരിയല്ല. എന്താ ശരിയല്ലെന്ന് തോന്നാൻ കാരണം? സ്ത്രീകളെ കാണുമ്പോ ചില അടവുകളും മുറകളും പയറ്റുകളും. തെളിച്ചു പറയടോ. അവൻ നമ്മുടെ കുട്ടികളെ നോക്കി കണ്ണുകൾ കൊണ്ട് ചില കോപ്രായങ്ങൾ കാട്ടുന്നില്ലേ എന്നൊരു സംശയം. നമ്മുടെ കുട്ടികൾ അങ്ങോട്ടും കണ്ണുകൊണ്ട് വല്ല കോപ്രായത്തരം കാണിക്കുന്നുണ്ടോ? ഏയ്, അതില്ല. എന്നാലും അവനൊരു ലമ്പട ലക്ഷണ. തനിക്ക് അങ്ങനെ തോന്നിയ സ്ഥിതിക്ക് തന്റെ ഒരു കണ്ണ് ആ ലെമ്പടന്റെ മുകളിലിരിക്കുന്നത് നല്ലതാ. ഒന്നല്ല, 2 കണ്ണും വെച്ചോളാം. വേണമെന്ന് വെച്ചാ ലേശം എണ്ണയും കണ്ണിലൊഴിച്ച് ഞാൻ കാത്തിരുന്നോളാം. എന്തിനാ ഗുരുക്കളായ എണ്ണ കളയനെ? ഇതുവരെ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? അറിയാത്ത തള്ള ചൊറിയുമ്പോഴറിയും. എന്താ എന്താ? എനിക്ക് ചൊറിച്ചിലാണെന്ന്. അത് എനിക്ക് പണ്ടേ ഉള്ളതല്ലേ. വൈദ്യരാണെന്ന് പറഞ്ഞ് നടക്കണം. ചൊറിച്ചില്ല ഒരു കഷായം ഉണ്ടാക്കി കുടിക്കാത്ത വൈദ്യര്. ഛേ, പൂട്ടട്ടതില്ല. ഗുരുക്കളെ, എന്താ എന്താ ഇത്? എന്താ ഇത്? ഇപ്പൊ ഞാൻ പറഞ്ഞു, എങ്ങനെയുണ്ട്? എന്താ നിന്റെ ഉദ്ദേശം? എന്താ? ഇവൻ നിങ്ങളുടെ മുറിയിലേക്ക് കയറാൻ ശ്രമിക്കുകയായിരുന്നു. ഇവനാള് ശരിയല്ല. അമ്മാവൻ തെറ്റിദ്ധരിക്കരുത്, ഞാൻ പറയാൻ വിട്ടുപോയി. ഇവന് ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ഒരു രോഗമുണ്ട്. സോംനാംബുലിസം, സ്വപ്നാടനം. നിരപരാധികളെ ചെടിച്ചട്ടി കൊണ്ട് അടിക്കുന്നതാ ഇവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദം. വിശ്വാസ 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 വിശ്വനാഥ, എന്നെ വിളിക്കൂ ഉണ്ണികൃഷ്ണ. വിശ്വനാഥ, ഞാൻ എവിടെയാണ് വിശ്വനാഥ? നിന്റെ പഴയ അസുഖം ഇതുവരെ മാറിയില്ലേ ഉണ്ണികൃഷ്ണ? ഇല്ല വിശ്വനാഥ, ഇപ്പൊ കൂടിയിട്ടുള്ളൂ. ഇപ്പൊ എനിക്ക് പകലും സോമനാംബുലിസം തുടങ്ങിയിട്ടുണ്ട്. എങ്കിൽ നിനക്ക് ഞാൻ ടൈഗർ ബാം തരാം. ഈ രോഗത്തിന് ഒരു ചികിത്സയേ ഉള്ളൂ. രാത്രിയിൽ നാഷണൽ ഹൈവേ കൊണ്ടുപോയി കുറച്ച് ഭൃതിഞ്ചകൻ ലേഹ്യം കൊടുത്ത് ഫുട്പാത്തിൽ മയക്കി കിടത്തുക. രാത്രിയിൽ എഴുന്നേറ്റ് ഏതെങ്കിലും ലോറിക്ക് അടവച്ചോളും. കിടക്കൂ. ഇത് തന്നെയാ. എങ്ങനെയുണ്ട് സ്വന്തലതാ സാറിന്റെ അസുഖമൊക്കെ? കുഴപ്പമില്ല, ഇപ്പൊ കുറവുണ്ട്. ഞാൻ മാങ്ങ പറിക്കുകയായിരുന്നു. ഇപ്പോഴാണല്ലോ പച്ചമാങ്ങയുടെ ആവശ്യമൊക്കെ. ശ്രീമതിയെ വിളിച്ചേ? വിളിക്കാം, പക്ഷേ ഒരു ചെറിയ കുഴപ്പം പറ്റിയിട്ടുണ്ട്. എന്ത് പറ്റി? ലതയുടെ അസുഖം അന്വേഷിച്ച് നാട്ടിൽ നിന്ന് മുത്തശ്ശി വന്നിട്ടുണ്ട്. മുത്തശ്ശി ലതയ്ക്കിട്ട പേര് ഇന്ദുന്നാ. സ്കൂളിൽ ചേർക്കുമ്പോ മുത്തശ്ശി അറിയാതെയാ ലതയുടെ അച്ഛൻ സ്വർണ്ണലത എന്ന് പേര് മാറ്റിയത്. ആ പേരാണെങ്കിൽ മുത്തശ്ശിക്ക് ഭയങ്കര അലർജിയാ. അതുകൊണ്ട് മുത്തശ്ശിയുടെ മുന്നിൽ വെച്ച് ലതയെ ഇന്ദുന്നേ വിളിക്കാവൂ. അത്രേ ഉള്ളോ? അത് ഞങ്ങൾ ഏറ്റു. വാ. മിസ്സസിന് ബെഡ് റെസ്റ്റ് ആണല്ലേ ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്? ബെഡ് റെസ്റ്റോ? ആ, നിങ്ങൾ എന്നെ പറഞ്ഞ് പ്രഗ്നൻസി പീരീഡിൽ ഉമ്മറത്ത് റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞാൽ അകത്ത് പോയി കിടക്കൂട്ടി. ആ, അല്ല, ആൺകുട്ടി വേണോന്നാണോ പെൺകുട്ടി വേണോന്നാണോ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. മുഖം കണ്ടാലറിയാം ഒരു രക്തക്കുറവുണ്ട്. ഏയ്, ഇത് അതുകൊണ്ടൊന്നുമല്ല. ഇവക്ക് എപ്പോഴും ഒരു വിളറിയ മോന്തയാ. ഇതാ കുറച്ച് ഫ്രൂട്ട്സും സ്വീറ്റ്സും. ഇനി തൊട്ട് 2 ആൾക്കാരുടെ ആഹാരം വേണ്ടതല്ലേ? ഏയ്, ഇതെവിടേക്ക് കൊടുത്താൽ ശരിയാവില്ല. സമയാസമയത്ത് ഞാൻ തന്നെ കറക്റ്റ് ആയിട്ട് കൊടുത്തോളാം. താൻ എന്ത് പോക്കത്തിനാ ഇവരോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? ലീവ് കിട്ടിയാ പോരെ, കുഴിയെണ്ണോ? അയ്യോ, എന്താ ഒരു രഹസ്യം പറച്ചിൽ? മാങ്ങ പറിച്ചില്ലേന്ന്. ഈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും പച്ച മാങ്ങയിലാ താല്പര്യം. എന്താ? Naturally. എന്താ ആരവരൊക്കെ? ഓഫീസിലെ സ്റ്റാഫാ മുത്തശ്ശി. ഇന്ദു സാറിന് വിശേഷമെന്ന് പറഞ്ഞു വന്നതാ. എന്ത് വിശേഷം? അതെ, അത് തന്നെ. മുത്തശ്ശിയുടെ പേരക്കുട്ടി ഒരു അമ്മയാകാൻ പോകുന്നു. എന്റെ ഗുരുവായൂരപ്പ, എന്റെ വേട്ടയ്ക്കൊരു മകനെ. മുത്തശ്ശിക്ക് സന്തോഷായി. എന്നാൽ എന്റെ ഇന്ദു എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ.
ഇന്ദുവിന്റെ ആരോഗ്യമൊക്കെ നല്ലപോലെ നോക്കണേ. ആദ്യത്തെ കുട്ടിയാണ് കേട്ടോ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഈ സമയത്ത് ഇന്ദു കുഞ്ഞിനെ സേവിക്കാൻ ഞാൻ ഗർഭാനന്ദ ലേഹ ഉണ്ടാക്കി തരാം. ആൺകുട്ടിയാണെങ്കിൽ ഇന്ദുനാഥൻ എന്നും പെൺകുട്ടിയാണെങ്കിൽ വിശ്വേന്ദു എന്നും പേരിടണം. അതെന്തിനാ? ഗുരുക്കളമാവൻ ആളൊരു തമാശക്കാരൻ. ലേശം കളരി ഉണ്ട് കേട്ടോ. എന്താ പറഞ്ഞത്? ഓഫീസിൽ പോവാൻ സമയമായിരുന്നോ? മുത്തശ്ശി അവർക്ക് പോണെന്ന്. പോവാം. ഓരോ ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് പോവാ. അത് പിന്നെ വേണ്ട, ഇനി നിന്ന ചെയർമാന്റെ വഴക്ക് കിട്ടും. എന്നാലൊരു 3 ഗ്ലാസ് ഉന്മേഷാരിഷ്ടം എടുക്കട്ടെ. എന്റെ കയ്യിൽ ഉണ്ടാക്കിയതാ. അയ്യോ അത് വേണ്ട, ഇവർക്ക് ഓഫീസിൽ ചെന്നിട്ട് ജോലി ചെയ്യാനുള്ളതാ. ആ തിരിച്ചു പോകാനുള്ള വഴി ചോദിച്ചില്ലേ? ഹൈ, ഈ ചേട്ടന്റെ ഒരു മറവി. ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയി വലത്തോട്ട് തിരിഞ്ഞ ആ ജംഗ്ഷനിൽ നിന്ന് ടെമ്പോ കിട്ടും. ഇന്ദുക്കുഞ്ഞിന് വിശേഷമുള്ള സ്ഥിതിക്ക് നമ്മുടെ കാശി യാത്ര മാറ്റിവെച്ചൂടെ? താൻ പോടാ അവിടുന്ന്. കാശിക്ക് പോവാൻ തീരുമാനിച്ചപ്പോഴേ ശുഭലക്ഷണ. ഇനി പോയില്ലെങ്കിൽ ദൈവകോപം ഉണ്ടാവും. ഉവ്വ. താൻ പോയി ആ ബാങ്കിലെ ചെക്കൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടെന്ന് അന്വേഷിച്ചു. ഇപ്പോഴല്ലടോ. പിന്നെ ഒരു മകനെ എന്തായി ഗുരുക്കളെ പോയ കാര്യം? സാധിച്ചു. വസ്തു വിറ്റതിന്റെ ഡ്രാഫ്റ്റും മാറി വന്നിട്ടുണ്ട്. അതും കൂടി ചേർത്ത് ഇതിൽ വരവ് വെച്ചിട്ടുണ്ട്. ഇതാ പാസ്ബുക്ക്. നാളെ ചെന്നാ തുക പിൻവലിക്കാമെന്ന് മാനേജർ പറഞ്ഞിട്ടുണ്ട്. ആ എന്നാ നാളെ തന്നെ വിശ്വനാഥനെയും കൂട്ടി ബാങ്കിൽ പോയേക്കാം. ഗുരുക്കളും പോന്നോളൂ. ഏയ് എനിക്കിപ്പോ കാശൊന്നും വേണ്ട. തനിക്ക് കാശ് തരുന്ന കാര്യം ആരോട് പറഞ്ഞത്? ഞാൻ കാശിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ. താനല്ലേ ഇപ്പൊ പറഞ്ഞത് എനിക്ക് കാശ് വേണ്ടാന്ന്? കാശ് വേണ്ടാന്നല്ല, കാശിക്ക് പോണ്ടേ എന്നാ ഞാൻ ചോദിച്ചത്. ഈയിടെ ഇദ്ദേഹത്തിന്റെ കേൾവിക്ക് ലേശം കുറവില്ലേ എന്നൊരു സംശയം. പഴയ ലേഖ ഉണ്ടാക്കി തരട്ടെ? വേണ്ട, അത് കഴിച്ചേ പിന്നെ ഞാൻ ഈ മാതിരിയായത്. അതിരിക്കട്ടെ, നമ്മുടെ കാശിക്ക് പോണ ടിക്കറ്റിന്റെ കാര്യം എന്തായി? കാശിക്ക് പോണ ടിക്കറ്റിന്റെ കാര്യം എന്തായി? ഞാൻ ആ കാര്യവും മറന്നു. പോയി തിരക്കിട്ട് വരാം. വേണ്ട വേണ്ട വേണ്ട, ഇനി ഏതായാലും നാളെ ബാങ്കിൽ പോകുമ്പോ അന്വേഷിച്ചാൽ മതി. ഗുരുക്കളെ, ദൂരയാത്രയ്ക്ക് പോകാനുള്ളതല്ലേ? പ്രത്യേക തയ്യാറെടുപ്പൊന്നുമില്ലേ? അതിന് ബാങ്കിലേക്ക് അത്ര ദൂരം ഇല്ലല്ലോ. ബാങ്കിൽ പോകുന്ന കാര്യമില്ലടോ, കാശിക്ക് പോണ കാര്യം ഞാൻ പറഞ്ഞു. അതിന് ഞാൻ എന്തിനാണ് തയ്യാറാവണത്? പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോവാനാ? അല്ല, എനിക്ക് കളരിയില് ഒന്നും പറയണ്ട. താനും കൂടെ കാശിക്ക് വരുന്നു, മനസ്സിലായ? ആ 10-100 വയസ്സായ തള്ള കാശിക്ക് പോണത് മനസ്സിലാക്കാം. 10-30 വയസ്സായി ഞാൻ എന്തിനാണ് പോണത്? എന്താ എന്താ? ഒരു 30 ദിവസമെങ്കിലും അവിടെ ഭജന ഇരിക്കണമെന്ന് പറയായിരുന്നു. 30 അല്ല, 60 ദിവസം ആയിക്കോട്ടെ. ഭഗവാന്റെ സന്നിധാനല്ലേ? സന്നിധാനം തിരിച്ചു വന്നെന്ന് പറയാം. മുഴുവൻ പൊട്ടിത്തെറിയ അവിടെ. ദീപം ദീപം ദീപം. ഞാനാണ്. എന്താ അവിടെ ഒരു ഒച്ച? എന്താ എന്താ ഉണ്ടായേ? എന്താ ഉണ്ടായേ? ഒന്നുമില്ല മാവ. ഒരു മിന്നലാട്ടം പോലെ ആരോ എന്നിട്ട് പാഞ്ഞു പോണത് കണ്ടുല്ലോ. ആരുമില്ല മാവ, അമ്മോന് തോന്നിയതാണ്. എന്റെ കുട്ടിയെ, വയസ്സ് ഇത്രേ ആയിട്ടും കാഴ്ചക്ക് യാതൊരു കുഴപ്പമില്ല. സ്വന്തമായിട്ട് ഉണ്ടാക്കി ഉപയോഗിച്ച അഞ്ഞന കുഴമ്പിന്റെ ഗുണാണ് അത്. ആരാ അത്? അയ്യോ, ആരുമില്ല അവിടെ. പിന്നെ എന്തിനാ നിലവിളിച്ചേ? അത് പിന്നെ ഇവിടെ ആരും കാണാത്തോണ്ട് വിളിച്ചു പോയതാ. എന്നാ പിന്നെ നേരത്തെ പറയാൻ പാടില്ലായിരുന്നു. പാവം പേടിച്ചു അല്ലേ? പേടിയുണ്ടെങ്കിലേ ഒരു രക്ഷ ജപിച്ചാൻ കെട്ടിത്തരാം. ഇല്ലെങ്കിൽ ഗുരുക്കളമ്മാമനെ പോലെ ധൈര്യം ഉണ്ടാവണം. എന്റെ അമ്മേ, വേട്ടയ്ക്കൊരു മകനെ. ഇനി എല്ലാ കാര്യങ്ങളും ചുമതല ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാം. ഞാൻ ഇനി എത്ര നാളുണ്ടാവും കുട്ടികളെ? ഇനിയുള്ള കാലം കാശി പോയി ഭജന ഇരിക്കണമെന്ന് എന്റെ ആഗ്രഹം. വേണ്ട മുത്തശ്ശിയെ ഞാൻ എങ്ങോട്ടും വിടില്ല. സ്വത്തിനേക്കാളും പണത്തിനേക്കാളും എനിക്ക് വലുത് എന്റെ മുത്തശ്ശിയാ. ഇങ്ങനൊരു മരുമകനെ കിട്ടാൻ സുഹൃതം ചെയ്യണേ. വൈകിട്ടില്ല, ഇനി ചെയ്താലും മതി. കഷായം കൂട്ടാൻ വൈകിട്ടില്ല എന്ന് പറഞ്ഞതായിരുന്നു. ഞാൻ പോയി നോക്കിട്ട്. കറക്റ്റ് സമയത്താ വന്നത്. മുത്തശ്ശി നല്ല മൂടില്ല. മതി മോളെ. ഇനി അരമണിക്കൂർ കഴിഞ്ഞ് മതി കേട്ടോ. എന്റെ കൂടെ കോളേജ് പഠിച്ചിരുന്ന ആളാ ഉണ്ണികൃഷ്ണൻ. നല്ല വിനയമുള്ള ചെറുപ്പക്കാരനാ. സിറ്റിയിലെ ഒരു കമ്പനിയിൽ ഇന്റർവ്യൂവിന് വന്നതാ. മുത്തശ്ശിയുടെ അനുഗ്രഹം വായിക്കടാ. എന്നെ അനുഗ്രഹിക്കണം മുത്തശ്ശി. തെറ്റുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണം. നന്നായിരിക്കട്ടെ, എഴുന്നേറ്റുള്ളൂ. യവനൊരു അബദ്ധം പറ്റി.
ഇന്റർവ്യൂ ഇന്നാണെന്ന് വിചാരിച്ചാ വന്നത്. കമ്പനി ചെന്നപ്പോഴാ മനസ്സിലായത് ഇനി 4 ദിവസം കഴിഞ്ഞേ ഉള്ളൂ എന്ന്. അപ്പോ 4 ദിവസത്തേക്ക് എന്റെ കൂടെ ഇവിടെ താമസിച്ചോട്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ മുത്തശ്ശിയും കുരുക്കളമ്മാവനും ഒക്കെ ഉണ്ട്, ഇവർക്ക് അതൊരു അസൗകര്യമാവുമെന്ന്. ക്ഷമിക്കണം, ഞാൻ വിചാരിച്ചത് ഇവിടെ ഉണ്ണികൃഷ്ണൻ അല്ല വിശ്വനാഥനും ഭാര്യയും മാത്രമേ ഉണ്ടാവുന്ന. ഞാൻ വരട്ടെ. നിൽക്കൂ. എനിക്ക് എന്താ സൗകര്യ? 4 ദിവസത്തെ കാര്യമില്ലേ ഉള്ളൂ. കുട്ടി ഇവിടെ കൂടിക്കോളൂ. കുറച്ച് ആളും ബഹളമൊക്കെ ഉള്ള ഒരു സുഖല്ലേ? ഞാൻ മുറി കാണിച്ചുതരാം. നിൽക്കൂ. നിങ്ങളെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ള പോലെ തോന്നുന്നു. തൃശ്ശൂർ പൂരം കാണാൻ വന്നിട്ടുണ്ടോ? ഇല്ല, തൃശ്ശൂർ മൃഗശാലയിൽ വന്നിട്ടുണ്ട്. അവിടെ വെച്ചായിരിക്കും. ലേശം ഇളക്കമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. എന്റെ ശരീരം ഇളക്കണ്ടെന്ന് പറഞ്ഞേക്കൂ. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ലേശം നിറവ്യത്യാസം. ഉണ്ടാക്കിയത് ശരിയായില്ലേ? ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ആടലോടകം ഈ പ്രദേശത്ത് കിട്ടാൻ ലേശം ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ കടുത്തൊരു പ്രയോഗം നടത്തി. കുടിക്കാമോ? പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞ വേറെ വല്ലതും കരുതുവോ? വേറെ എന്ത് കരുതാൻ? കാര്യം പറഞ്ഞെന്ന് കരുതും. അല്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇദ്ദേഹം അത് തെറ്റായിട്ട് ധരിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടേ. തനിക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ശരിയായി തന്നെ ധരിക്കാൻ പറ്റുന്ന കാര്യം പറയടോ. എന്തായത് ഇങ്ങനെ എല്ലാറ്റിനും തറുതല പറയണത്? ഞാൻ വിചാരിച്ചു ഈ തല നിറച്ചും ബുദ്ധിയാണെന്ന്. അല്ല, ഇപ്പോഴാ മനസ്സിലായത് ഈ തല നിറച്ചും അതിബുദ്ധിയാണെന്ന്. അതെ, വേറൊന്നും തോന്നരുത്. നമ്മുടെ വിശ്വനാഥന്റെ കൂട്ടുകാരൻ ആളത്ര ശരിയല്ല. എന്താ ശരിയല്ലെന്ന് തോന്നാൻ കാരണം? സ്ത്രീകളെ കാണുമ്പോ ചില അടവുകളും മുറകളും പയറ്റുകളും. തെളിച്ചു പറയടോ. അവൻ നമ്മുടെ കുട്ടികളെ നോക്കി കണ്ണുകൾ കൊണ്ട് ചില കോപ്രായങ്ങൾ കാട്ടുന്നില്ലേ എന്നൊരു സംശയം. നമ്മുടെ കുട്ടികൾ അങ്ങോട്ടും കണ്ണുകൊണ്ട് വല്ല കോപ്രായത്തരം കാണിക്കുന്നുണ്ടോ? ഏയ്, അതില്ല. എന്നാലും അവനൊരു ലമ്പട ലക്ഷണ. തനിക്ക് അങ്ങനെ തോന്നിയ സ്ഥിതിക്ക് തന്റെ ഒരു കണ്ണ് ആ ലെമ്പടന്റെ മുകളിലിരിക്കുന്നത് നല്ലതാ. ഒന്നല്ല, 2 കണ്ണും വെച്ചോളാം. വേണമെന്ന് വെച്ചാ ലേശം എണ്ണയും കണ്ണിലൊഴിച്ച് ഞാൻ കാത്തിരുന്നോളാം. എന്തിനാ ഗുരുക്കളായ എണ്ണ കളയനെ? ഇതുവരെ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? അറിയാത്ത തള്ള ചൊറിയുമ്പോഴറിയും എന്താ എനിക്ക് ചൊറിച്ചിലാണെന്ന്. അത് എനിക്ക് പണ്ടേ ഉള്ളതല്ലേ. വൈദ്യരാണെന്ന് പറഞ്ഞ് നടക്കണം. ചൊറിച്ചില്ല ഒരു കഷായം ഉണ്ടാക്കി കുടിക്കാത്ത വൈദ്യര്. ഛേ, ഇന്ദുക്കുഞ്ഞിന് വിശേഷമുള്ള സ്ഥിതിക്ക് നമ്മുടെ കാശിയാത്ര മാറ്റിവെച്ചൂടെ? താൻ പോടാ അവിടുന്ന്. കാശിക്ക് പോവാൻ തീരുമാനിച്ചപ്പോഴേ ശുഭലക്ഷണ. ഇനി പോയില്ലെങ്കിൽ ദൈവകോപം ഉണ്ടാവും. താൻ പോയി ആ ബാങ്കിലെ ചെക്കൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടെന്ന് അന്വേഷിക്കുക. ഇപ്പോഴല്ലടോ. പിന്നെ ഒരു മകനെ, എന്തായി ഗുരുക്കളെ പോയ കാര്യം? സാധിച്ചു. വസ്തു വിറ്റതിന്റെ ഡ്രാഫ്റ്റും മാറി വന്നിട്ടുണ്ട്. അതും കൂടി ചേർത്ത് ഇതിൽ വരവ് വെച്ചിട്ടുണ്ട്. ഇതാ പാസ്ബുക്ക്. നാളെ ചെന്നാ തുക പിൻവലിക്കാമെന്ന് മാനേജർ പറഞ്ഞിട്ടുണ്ട്. എന്നാ നാളെ തന്നെ വിശ്വനാഥനെ കൂട്ടി ബാങ്കിൽ പോയേക്കാം. ഗുരുക്കളും പോന്നോളൂ. എനിക്കിപ്പോ കാശൊന്നും വേണ്ട. തനിക്ക് കാശ് തരുന്ന കാര്യം ആരോട് പറഞ്ഞത്? ഞാൻ കാശിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ. താനല്ലേ ഇപ്പൊ പറഞ്ഞത് എനിക്ക് കാശ് വേണ്ടാന്ന്? കാശ് വേണ്ടാന്നല്ല, കാശിക്ക് പോണ്ടേ എന്നാ ഞാൻ ചോദിച്ചത്. ഈ ഇടെ ഇദ്ദേഹത്തിന്റെ കേൾവിക്ക് ലേശം കുറവില്ലേ എന്നൊരു സംശയം. പഴയ ലേഖ ഉണ്ടാക്കി തരട്ടെ? വേണ്ട, അത് കഴിച്ചേ പിന്നെ ഞാൻ ഈ മാതിരിയായത്. അതിരിക്കട്ടെ, നമ്മുടെ കാശിക്ക് പോണ ടിക്കറ്റിന്റെ കാര്യം എന്തായി? കാശിക്ക് പോണ ടിക്കറ്റിന്റെ കാര്യം എന്തായിരുന്നു? ഞാൻ ആ കാര്യം മറന്നു. പോയി തിരക്കിട്ട് വരാം. വേണ്ട വേണ്ട വേണ്ട. ഇനി ഏതായാലും നാളെ ബാങ്കിൽ പോകുമ്പോ അന്വേഷിച്ചാൽ മതി. ഗുരുക്കളെ, ദൂരയാത്രയ്ക്ക് പോകാനുള്ളതല്ലേ? പ്രത്യേക തയ്യാറെടുപ്പൊന്നുമില്ലേ? അതിന് ബാങ്കിലേക്ക് അത്ര ദൂരം ഇല്ലല്ലോ. ബാങ്കിൽ പോകുന്ന കാര്യമില്ലടോ, കാശിക്ക് പോണ കാര്യം ഞാൻ പറഞ്ഞു. അതിന് ഞാൻ എന്തിനാണ് തയ്യാറാവണത്? പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോവാനാ? അല്ല, എനിക്ക് കളരിയില് ഒന്നും പറയണ്ട. താനും കൂടെ കാശിക്ക് വരുന്നു, മനസ്സിലായ? 10-100 വയസ്സായ തള്ള കാശിക്ക് പോണത് മനസ്സിലാക്കാം. 10-30 വയസ്സായി ഞാൻ എന്തിനാണ് പോണത്? എന്താ എന്താ? ഒരു 30 ദിവസമെങ്കിലും അവിടെ ഭജന ഇരിക്കണമെന്ന് പറയായിരുന്നു. 30 അല്ല, 60 ദിവസം ആയിക്കോട്ടെ. ഭഗവാന്റെ സന്നിധാനല്ലേ? സന്നിധാനം തിരിച്ചു വന്നെന്ന് പറയാം. മുഴുവൻ പൊട്ടിത്തെറിയ അവിടെ. ചോദിക്കണുണ്ട്, വിരോധം തോന്നരുത്. കൂട്ടുകാരനുമായി 8 നാളത്തെ പരിചയമുണ്ട്. അത്ര അധികമില്ല. ഒരു 10-15 കൊല്ലത്തെ അടുപ്പുണ്ടാവും. ആവട്ടെ. എന്താ? അവനാള് ചതിയൻ ചന്തുന്റെ പിന്തലമുറക്കാരനാ. എന്നിട്ടൊരു വാക്ക് അവൻ എന്നോട് പറഞ്ഞില്ലല്ലോ ഇതിനെ കുറിച്ച്. അയ്യേ, എന്താ കുട്ടി ഇത്? ഞാനൊരു ശൈലീ പ്രയോഗം തൊടുത്തു വിട്ടെന്നല്ലേ ഉള്ളൂ. അവന്റെ അഭ്യാസം ഈ ആരോമൽ ചേകവരോട് വേണ്ട എന്ന് പറഞ്ഞേക്കൂ. അവനെ തളയ്ക്കാൻ ഞാൻ ഇന്നൊരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എന്താ? അവനോട് പറഞ്ഞേക്കരുത്. ഇല്ല.
രാത്രി കൃത്യം 12 മണിക്ക് മാർജാര പഞ്ചകം പൊടി കലക്കി തിളപ്പിച്ച ഒരു കുടം വെള്ളം അവന്റെ ഉച്ചിയിൽ ഒഴിക്കും. കുഞ്ഞു പറഞ്ഞ അസുഖം ഉണ്ടെന്ന് വെച്ചാൽ അവൻ അനങ്ങില്ല, ഇല്ലാന്ന് വെച്ചാൽ അനങ്ങും. അനങ്ങിയ ആ കുടം അവന്റെ ഉച്ചിയിൽ അടിച്ച് പൊട്ടിക്കും. അവന്റെ സോമനാംബുലിസം മാറ്റി ആംബുലൻസിൽ കെട്ടിയെടുപ്പിക്കും. കളരിപ്പറമ്പിലെ സൂര്യനാരായണ ഗുരുക്കളാണ് ഈ പറഞ്ഞത്, ഓർത്തോളൂ. എടാ ലൂസിഫർ, ഘാതക, ഞാൻ നിന്റെ രക്തം കുടിക്കും. നിന്റെ ഡോറോതി എനിക്ക് കൊന്നില്ലേ? നിന്റെ ആത്മാവിനെ ഞാൻ ആവാഹിച്ചെടുക്കും. ധാരാളം വെള്ളം ഒഴുകി കഴിഞ്ഞു. ഇനി നിനക്ക് രക്തം കുറിച്ച് മതിയായില്ലേ? വേണ്ട വേണ്ട. ഗുരുക്കളെ, വല്ലതും പറ്റിയോ? എന്താ ഇത്? ഇവൻ കോളേജിൽ പഠിച്ചോണ്ടിരുന്നപ്പോ അഭിനയിച്ച നാടകത്തിലെ ഡയലോഗാ. സോംനാംബുലിസം വരുമ്പോഴൊക്കെ ഇങ്ങനെ വിളിച്ചു പറയും. ഞാൻ ഇന്ന് ലൂസിഫർ എന്ന് വിളിച്ചോ? കണ്ടാ, ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ മോൻ തിരിച്ചു പറഞ്ഞ എന്താ? അത് നാടകത്തിലെ മറ്റേ കഥാപാത്രം അങ്ങോട്ട് പറയുന്നതാ. ഇതും പറഞ്ഞിട്ട് ചേട്ടത്ത് ഒറ്റ അടി കൊടുത്താൽ ഇവന്റെ ഉപദ്രവം അതോടെ നിൽക്കും. ഈ ലൂസിഫർ ഇവിടെ അധിക ദിവസം ഉണ്ടാവോ? എന്താ? അല്ല, ഉണ്ടെങ്കിൽ കുഞ്ഞു പറഞ്ഞ സംഭാഷണം എനിക്കൂടി ഒന്ന് പഠിപ്പിച്ചു തരുവോ? എന്തിനാ? ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട്. വിശ്വം ഒന്നും പറയണ്ട, എല്ലാ നാടകങ്ങളും മുത്തശ്ശി അറിഞ്ഞിരിക്കണു. ഞാനും. മുത്തശ്ശി ഞങ്ങളോട് ക്ഷമിക്കണം, ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ. കുഞ്ഞിനി ഒന്നും പറയണ്ട. ഇവനെ കണ്ട അന്ന് തന്നെ എനിക്ക് തോന്നി ഇവൻ ചതിയൻ ചന്തുന്റെ പിന്തലമുറക്കാരനാണെന്ന്. ഇന്ദുമോടെ ഭർത്താവാകാൻ എന്തുകൊണ്ട് യോഗ്യൻ കുഞ്ഞു തന്നെയാ. ആ തച്ചോളി ഉദയന്റെ കെട്ടും മട്ടും, പിന്നെ തിളച്ചു വെള്ളം ഒഴിക്കാനും കുടമിട്ട് ഉടയ്ക്കാനും പറഞ്ഞത് ഈ അരിങ്ങോടനാണ്. താൻ ആള് കൊള്ളാലോ. തെറ്റ് ആര് ചെയ്താലും തെറ്റ് തെറ്റന്നെയാ. ഇവര് രണ്ടുപേരും അല്ല, 4 പേരും കുറ്റക്കാരാ. തെരഞ്ഞെടുത്ത വഴി തെറ്റായിരുന്നെങ്കിലും എല്ലാവരുടെയും ഉദ്ദേശം നന്മയായിരുന്നു. അതുകൊണ്ട് മാത്രം മുത്തശ്ശി എല്ലാവരോടും ക്ഷമിച്ചിരിക്കുന്നു. അതെ കുഞ്ഞുങ്ങളെ, ഞാനും ക്ഷമിച്ചിരിക്കണു. എന്നാ പിന്നെ എന്താ താൻ? ഞാൻ പോവുകയാണ് മുത്തശ്ശി. എങ്ങോട്ട്? അത് തീരുമാനിച്ചിട്ടില്ല. ആഹാ, അങ്ങനെ പോയാലോ? ഇവിടെ ഒരാള് ശമ്പളത്തിന്റെ 3-1 സ്ഥിരമായിട്ട് ഉണ്ണിക്ക് വേണ്ടി നീക്കി വെക്കാൻ തീരുമാനിച്ചിരിക്കുക. എന്താ ഈ ശമ്പളത്തിന്റെ 3-1? എന്ന് അങ്ങനെയാണെങ്കില് വിവാഹത്തിന് മുമ്പ് എന്റെ കൈകൊണ്ടുണ്ടാക്കിയ ഐശ്വര്യ ദാമ്പത്യ ദായനി ലേഹ്യം ഓരോ ഭരണം ഞാൻ ഇവർക്ക് കൊടുക്കാം. ഇനിയുള്ള ജീവിതം അങ്ങോട്ട് ഐശ്വര്യ സമ്പൂർണമായിക്കോട്ടെ.